നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അവസാനം വരെ നിങ്ങളിത് കേൾക്കണം. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഇതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, എൻ്റെ വിഷമങ്ങൾ. ഇത് നിങ്ങളറിയണം, ഈ നാട്ടുകാരൊക്കെ അറിയണം. ഇത് നിങ്ങൾ അവസാനം വരെ കേൾക്കണം കേട്ടോ. മാറ്റി പോകരുത് പകുതിക്ക് വെച്ച്, ദയവ് ചെയ്ത്. എന്നെ കുറേ പേർക്കറിയാം, കുറേ പേർക്കറിയില്ല. ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്നത് തന്നെയാണ്. എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, നടക്കാൻ മേല, ഒരാളുടെ ഹെൽപ്പിലാണ് നടക്കുന്നത്, തന്നെ നടക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കും കുറേ വർഷം പുറത്തിറങ്ങാതെ ഇരുന്നു. ആക്സിഡൻറ്റ് പറ്റി 6 വർഷം കിടപ്പിലായിരുന്നു. കുറേ വർഷം കട്ടിലിൽ തന്നെ കിടപ്പിലായിരുന്നു. അവിടെ നിന്നൊക്കെ എൻ്റെ യേശുവ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. എൻ്റെ ജീവനുള്ള എൻ്റെ യേശുവ സ്വർഗത്തിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് 10-12 വർഷത്തിന് മുമ്പേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ ചുമ്മാ ഇല്ലേ ഇരിക്കുന്നത്, ഓരോന്ന് വിഷമിച്ച് ആലോചിച്ചിരിക്കുകയില്ലേ, മിണ്ടാനും പറയാനും ആരുമില്ല, ബോറടിക്കുമല്ലേ, നിനക്ക് ഞാനൊരു ചെറിയ ലോൺ എടുത്തൊരു ഷോപ്പ്, ഒരു കടയിട്ട് തരാം, വലിയത്ര ജംഗ്ഷനിൽ മാർക്കറ്റിൻ്റെ അവിടെ, ചന്തേൻ്റെ ആ ഭാഗത്ത് ഇട്ട് തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ, അപ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും, നിനക്ക് മനസ്സിന് നല്ല ഇത് കിട്ടുമെന്ന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബ്യൂട്ടീഷ്യൻ വലിയ താല്പര്യമാണ്. ഈ ബ്യൂട്ടീഷ്യൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പകുതിയോളം. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. പകുതി വരെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കത് ഇടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് ലക്ഷം രൂപ വേണം. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞൊരു ചെറിയ രീതിയിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഫാൻസി എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇവിടെ ഇല്ലാതെ ആൾക്കാർ സിറ്റിയിലൊക്കെ പോയി മേടിക്കുമല്ലേ ബുദ്ധിമുട്ട്. അപ്പോൾ ഇല്ലാത്തത് എന്താണോ അത് നമുക്ക് കൊണ്ടുവരാം. 12 വർഷത്തിന് മുന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫാൻസി കടയുണ്ട്, വനിതയെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞുനാൾ മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അവിടെയൊക്കെയാണ് പോയി സാധനം മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഇല്ലാത്തത് എന്താണോ അതാണ് ഞാൻ കൊണ്ടുവന്നത്. കമ്പനി സാധനങ്ങൾ, പിന്നെ സ്കൂൾ ഐറ്റം, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അന്ന് അധികം കടകളിലൊന്നും ബുക്ക് അങ്ങനെ സ്കൂൾ ഐറ്റം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ചെറിയ രീതിയിൽ. അങ്ങനെ അതിന് ശേഷം പുള്ളി എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പലരോടും വരുന്ന പുള്ളിയുടെ കടയിൽ വരുന്ന കസ്റ്റമറിനോടും, അപ്പോൾ എൻ്റെ കടയിൽ നിന്ന് വന്നിട്ട് പോകുന്ന ആൾക്കാരോടും പുള്ളി പറയുന്നത് ഇവിടെ ഭയങ്കര വില കൂടുതലാണ്, അവിടെ പോയി മേടിക്കരുത് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞ് ഇങ്ങനെ പരത്തിയത്. അപ്പോൾ ഒത്തിരിയും പേര് എന്നോട് അതൊന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാ പറഞ്ഞത്? ഇന്ന ആളാണ് മോൾ. അതൊന്നും ഞങ്ങളത് കാര്യമാക്കിയില്ല. അതിപ്പോൾ കടക്കാരല്ലേ, ഇപ്പോൾ ഒരു കട വരുമ്പോൾ മറ്റൊരു കടയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവർക്ക് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് അവരങ്ങനെ പറഞ്ഞതായിരിക്കും എന്ന് ഞങ്ങൾ ചിലവർ കരുതി. പക്ഷേ ചിലവരത് വിശ്വസിച്ചു പുള്ളി പറഞ്ഞത്. ഇന്ന് വലിയത്രയുള്ള ആൾക്കാർ ഇന്നും വിശ്വസിച്ചു. അപ്പോൾ അവരുടെ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റണം. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ 12 വർഷത്തിന് മുമ്പേ ഇട്ട ഉടനെ തന്നെ പുള്ളീനെ കൊണ്ട് എനിക്ക് കുറേ ആൾക്കാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു ഇങ്ങനെ പുള്ളി പറഞ്ഞുണ്ടാക്കുന്നത്. ഇങ്ങനെ ഭയങ്കര വില കൂടുതലാണ്, ഇങ്ങനെയാന്നൊക്കെ ഇങ്ങനെ പുള്ളി എന്നോട് ഓരോരുത്തരോട് പറഞ്ഞു. അപ്പോൾ പലരും എന്നോട് വന്ന് പറഞ്ഞു. ഞാനത് കാര്യമില്ല, സാരമില്ല, പോട്ടെ, അവർ പറയുന്നവരോടിരിക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ യേശുവായനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പകരം ചോദിക്കാൻ പോവില്ല, എനിക്കത് ഇഷ്ടമല്ല. വഴക്ക് കൂടുന്നതും എനിക്കിഷ്ടമല്ല ആരോടും. അപ്പോൾ പകരം ചോദിക്കാൻ ഞാൻ പോവില്ല. എല്ലാം ആരെന്ത് പറഞ്ഞാലും എടുത്താലും ഞാൻ എൻ്റെ യേശുവായിക്കാണ് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ യേശു എനിക്ക് വേണ്ടി ചോദിച്ചോളും, പകരം ചോദിച്ചോളും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും നാൾ ആരോടും ഒന്നും പോയി ചോദിക്കാത്തതും പറയാത്തതും. എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ പലരും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയേനെ. അങ്ങനെ ഞാനിങ്ങനെ അത് മൈൻഡ് ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇന്ന് 12 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. ഇന്നും എനിക്കൊരു മാറ്റം വന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ എത്രത്തോളം ക്ഷമിക്കുന്നു അത്രത്തോളം എന്നെ അവരിതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് എന്നോട് ഈ ദ്രോഹം ഇവരിങ്ങനെ ചെയ്യുന്നത്? ഞാൻ അവർക്ക് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങളെ കാണിച്ചത്? ഞാനൊന്ന് ജീവിക്കാൻ വേണ്ടി വന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ജീവിക്കാൻ വന്നൊരു വ്യക്തിയാണ്.
ഒന്നാമത്തെ കാര്യം കാല് വയ്യ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് മനസ്സ് തോന്നി. പിന്നെ ഞാൻ അപ്പോഴൊരു തീരുമാനം എൻ്റെ ഹസ്ബൻഡ് എടുത്തപ്പോൾ ഞാൻ മനസ്സിലൊന്ന് തീരുമാനിച്ചു, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് എന്നെക്കൊണ്ട് ഈ ഒരു അവസ്ഥയിലെങ്കിൽ എനിക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഹെൽപ്പ് ആവുമല്ലോ, ഒരു വീട്ടിലെ ഒരു പച്ചക്കറിയോ മീനോ വീട്ടു ചിലവെങ്കിലും നടന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിന് സമ്മതിച്ചത് എൻ്റെ ഹസ്ബൻഡിനോട്. പുള്ളിയാണ് എല്ലാ കാര്യവും നോക്കുന്നത്. വീട് വാടകയ്ക്ക് താമസിക്കുന്ന വീട് വാടക, മക്കളുടെ കാര്യം, മക്കൾ കുഞ്ഞായിരുന്നെന്ന്, മക്കളുടെ പഠിത്തം, ഇത് എൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിനൊക്കെ ഒത്തിരി പൈസ വേണം. അപ്പോൾ അതെല്ലാം പുള്ളിയാണ് നോക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു വരുമാനമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതെൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു വീട്ടിലൊരു ചിലവ് കഴിഞ്ഞ് അത്രയും ലാഭമായിരിക്കും, എൻ്റെ ഒരു ആശ്വാസമായിരിക്കില്ലേ പുള്ളിക്കത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിനോട്ട് ഇറങ്ങി തിരിച്ചത്. ഞാൻ മുന്നോട്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, 12 വർഷം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ അവിടെ ഇത് വില കൂടുതലാണെന്നൊക്കെ. എൻ്റെ കടയിൽ വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് എന്നോട് വന്ന് പറഞ്ഞു പലരും, എന്നോട് സ്നേഹമുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ, ചിലവർ സാധനം മേടിക്കാൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം. കാരണം അവരുടെ കച്ചവടം പോകുമല്ലോ എന്ന് വെച്ചിട്ടാണ് പല കടക്കാരും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഇന്നേ വരേക്കും അവരെക്കുറിച്ച് ഒരു മനുഷ്യരോട് പോലും എനിക്കാരെയും ദ്രോഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ, ഇന്ന് ഈ ഒരു അവസ്ഥ കട്ടിലിൽ കിടന്ന് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് എൻ്റെ യേശു എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എനിക്ക് ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പിടിച്ച് വാങ്ങിക്കാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്കും പറയാം, പക്ഷെ ഞാൻ ആരോടും അങ്ങനെ പറയാറില്ല. ആരെങ്കിലും ഇവരുടെ അടുത്ത് പോയി പറഞ്ഞങ്ങനെ കേട്ടിട്ടുണ്ടോയെന്ന് ഈ കടക്കാരോടൊന്ന് കേട്ടിട്ടുണ്ടെന്ന് പറയട്ടെ, ഒരു കസ്റ്റമറെങ്കിലും ഇന്ന ആൾ ഇന്നിങ്ങനെ പറഞ്ഞുവെന്ന്. ഞാൻ ആരോടും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മനസാക്ഷി തൊട്ട് പറയുക, ഞാൻ അങ്ങനെ ജീവിച്ച് പോവുകയാണ്, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ. വീട് വിട്ട കട വിട്ട വീടാണ് അതെൻ്റെ ജീവിതം. ഞാൻ ആരുടെയും കാര്യം അന്വേഷിക്കാറ് പോലുമില്ല. ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ആ കടയിലിരുന്ന് അറിയുള്ളൂ. അല്ലാതെ ആരുടെയും കാര്യം അന്വേഷിക്കാൻ പോവില്ല, ഒന്നും അന്വേഷിക്കില്ല. ആർക്കും ഞാനൊരു ഉപദ്രവം ഇന്നേ വരേക്കും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതിനിടയ്ക്ക് അപ്പോൾ ആ കട എൻ്റെ ഓർമ്മ വെച്ച കാലം പോലെ വനിതയുണ്ട്, ആ ചേട്ടൻ ഇട്ടേക്കുവാണ്. അപ്പോൾ അവിടെ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ഞാൻ കൊണ്ടുവന്ന കമ്പനി സാധനങ്ങളൊക്കെ, ബുക്ക്, സ്കൂൾ ഐറ്റം, കമ്പനി ക്രീം, ഇങ്ങനെയൊക്കെ വന്ന് പുള്ളി അതിനിടയ്ക്ക് ഓരോരുത്തരും എൻ്റെ കട സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് പല കടക്കാരനെ, പല കസ്റ്റമറിനെയൊക്കെ എൻ്റെ കടയിൽ വിട്ടു. സാധനത്തിൻ്റെ വില അറിഞ്ഞ് സാധനം മേടിക്കാൻ വരുന്നത് പോലെ വന്ന് ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് സാധനത്തിൻ്റെ വിലയൊക്കെ ചോദിച്ച് ഇങ്ങനെ പോയി. പുള്ളി കൊടുക്കുന്നതിന് ഇപ്പോൾ പുള്ളി എൻ്റെ കടയിൽ 20 രൂപയാണെങ്കിൽ ഒരു സാധനം 20 രൂപയാണെങ്കിൽ കസ്റ്റമർ അവിടെ പോയിട്ട് ഇവിടെ വന്ന് ചോദിച്ചിട്ട് അവിടെ പോയിട്ട് പറയും അവിടെ 20 രൂപയാണ്. പുള്ളി ഉടനെ എന്ത് ചെയ്യും, 5 രൂപ അവിടെ താക്കും. അതിൻ്റെ കച്ചവടം ഇല്ലാണ്ടാക്കാനാണെന്ന് എനിക്കത് മനസ്സിലായി. ഞാൻ തുച്ഛമായ ലാഭമാണ് എടുക്കുന്നത്. 1 രൂപ മുതൽ 2 രൂപ 3 രൂപ മുതൽ എൻ്റെ കടയിൽ ഈ വനിതയിലും മറ്റുള്ള കടകളിലും ഉള്ളതുപോലെ തന്നെയാണ് എൻ്റെ കടയിലും ഉള്ള സാധനം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആദ്യം കട സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി എടുത്ത് എനിക്ക് തന്നായിരുന്ന സാധനങ്ങൾ, അതായത് ബോംബെ, ഡൽഹി, എറണാകുളം, പല സ്ഥലത്തു നിന്ന് എനിക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ട് തന്നായിരുന്നു. പുള്ളി ഇപ്പം ജോലിക്ക് പോകുന്നതുകൊണ്ട് പുള്ളിക്ക് പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഇപ്പം ദൂരെ പോയി എനിക്ക് സാധനം ദൂരം നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് അതനുസരിച്ച് ഞങ്ങൾ ഒരുപാട് 12 വർഷത്തിന് മുമ്പ് 12 വർഷത്തെ പിന്നെ ഇതല്ലല്ലോ ഇപ്പോൾ സാധനത്തിൻ്റെ വില കയറ്റം, അന്നത്തെ വിലയല്ലല്ലോ ഇപ്പോഴും. ഇപ്പോൾ ഒത്തിരിയും വില കയറ്റമാണ്, അത് ആൾക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് എൻ്റെ കടയിൽ വന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ സാധന വില കയറ്റമാണ് ഇങ്ങനെ പരസ്യമാക്കിയിട്ടിരിക്കുക നാട് മൊത്തം. എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ പുറത്തിറങ്ങാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ വീട് കഴിഞ്ഞ കടയ്ക്കകത്ത് കയറി പിന്നെ രാത്രി 10 മണിക്കാണ് ഞാൻ നേരെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് പുറലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ കടയിൽ വരുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പുറത്ത് എന്ത് സംസാരിക്കുന്നു, എന്ത് സംസാരങ്ങൾ നടക്കുന്നു ഒന്നും എനിക്കറിയില്ല ഇന്നേ വരയ്ക്കും. ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല.
പക്ഷേ ചില മനുഷ്യർ, നല്ല മനുഷ്യർ എന്നോടൊന്ന് പറയും ഇങ്ങനെയൊക്കെയാണ് അവിടെയുള്ള ഇവിടെ വില കൂടുതലാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം ചോദിച്ചു, ആരാ പറഞ്ഞത്? ഇന്ന ആളാണ് പറഞ്ഞത് ചോദിക്കണേ. അപ്പം ഞാൻ ചോദിക്കാനൊന്നും പോവില്ല. അത് അവരുടെ ചിലവർ പറഞ്ഞവർ തന്നെ പറഞ്ഞു. എന്നാണെന്നറിയുമോ എന്നോട്? അത് ചില കടക്കാർ ഒരു കടയിടുമ്പോൾ, പുതിയ കടയിടുമ്പോൾ ചില കടക്കാർ അവരെ കച്ചവടം പോകുമെന്ന് വെച്ചിട്ട് ടെൻഷൻ കയറി ഇല്ലാത്ത കസ്റ്റമറിൻ്റെ അടുത്ത് വരുന്നവരുടെ അടുത്ത് പറയാം അവിടെ വില കയറ്റുമെന്ന്. അങ്ങനെ പറയാറുണ്ട് ചില മനുഷ്യർ. അവരുടെ കച്ചവടം പോകുമെന്നും അവർക്ക് ടെൻഷൻ. എന്തിനാണ് മറ്റുള്ളവരുടെ അങ്ങനെ ദ്രോഹിക്കുന്നത്? ഇഷ്ടമുള്ള കടകളിൽ ആൾക്കാർ പോട്ടെ, എന്തിനാണ് പറഞ്ഞുണ്ടാക്കുന്നത്? എൻ്റെ കടയിൽ എത്രയോ നാൾ കൊണ്ട് ആൾക്കാർ വരുന്നു. ഞാൻ ഇന്നേ വരെയ്ക്കും ഒരു മനുഷ്യരുടെ അടുത്ത് പറഞ്ഞില്ല അയ്യോ അവിടെ വില കൂടുതൽ നിങ്ങൾ അവിടെ പോയി മേടിക്കരുത്. പിന്നെ ഒരു പെൺകുട്ടി എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് 2-3 വർഷമായി, ഞാൻ ചന്തേൻ്റെ ഇവിടെ നിന്ന് മാറി ജംഗ്ഷനിൽ പോയി. അവിടെ കൊറോണ സമയത്ത് അപ്പുറത്തൊരു കടയെടുത്ത് ഇതിൽ മാറിയിട്ട്, അപ്പോൾ അവിടെ വെച്ച് ഒരു പെൺകുട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞു, അവിടെ ഈ വനിതയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുന്ന ഒരു സാധനമാണ്, ഒരു ഫാൻസി സാധനം. ആ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് പുള്ളിക്കാരി വേറെ എന്തോ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് എൻ്റെ കടയിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു, അയ്യോ ചേച്ചി ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഇത് എത്ര രൂപ? ഞാൻ പറഞ്ഞു 70 രൂപ. ഒരു ടോയ്സ്, ഒരു ഇതിൽ ബാഗിൽ കിടക്കുന്ന ഒരു ടോയ്സാണത്. ഞാൻ പറഞ്ഞ് 70 രൂപയാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എന്നോട് വില ചോദിച്ചു, ഞാൻ 70 പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഈ സാധനം ഇരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ചേച്ചി ഞാൻ അവിടെ നിന്ന് വനിതയിൽ നിന്ന് വാങ്ങിച്ചു, അപ്പം ഇത് 80 രൂപയാണ്, ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ സാരമില്ലടാ കുഴപ്പമില്ല എന്നാണ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞാൽ, വേറെ ഒന്നും പറയാൻ പോയില്ല. മനസ്സിലായി? എനിക്ക് ആരുടെയും കടയിലെ കച്ചവടം കളയാനൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എല്ലാവരും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം എല്ലാവർക്കും ഓരോ ദിവസം ഓരോ ദിവസം ദൈവം ഓരോരുത്തർക്കും ഓരോ നിക്ഷേപം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചേ കിട്ടത്തുള്ളൂ. അല്ല എനിക്കുള്ള നിക്ഷേപം എനിക്ക് കിട്ടും, അവർക്കുള്ള നിക്ഷേപം അവർക്ക് കിട്ടും. ഇപ്പോൾ എൻ്റെ നിക്ഷേപം കൂടെ ഈ പറഞ്ഞെടുത്ത് അവരെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ കൊണ്ട് ഒരിക്കലും ഉപകരിക്കില്ല. അവർക്ക് വല്ല ഹോസ്പിറ്റലിലോ വേറെ ആരെങ്കിലും അത് കൊണ്ടുപോകത്തേ ഉള്ളൂ. നമുക്ക് ദൈവം എന്താണ് തരുന്നത് അതേ നമ്മൾ മേടിക്കാവുള്ളൂ. അല്ലാതെ ഒരാളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഇല്ലാത്ത നുണകൾ പറഞ്ഞ് അവിടെ വില കയറ്റുകയാണെന്ന് പറഞ്ഞ് അവരുടെ കച്ചവടം കൂടെ നിങ്ങളിലേക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കച്ചവടം കിട്ടില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ആ പൈസ കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവില്ല. മനസ്സിലായി? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മേളിയിരിക്കുന്ന ജീവനുള്ള യേശുവായുണ്ട്. മനസ്സിലായോ? അതൊക്കെ നിങ്ങളോട് കണക്ക് ചോദിക്കും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ അതിന് ശേഷം പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അതിന് ശേഷം ഇപ്പോൾ ഈ ഇടയ്ക്ക് അപ്പോൾ ആ വനിതയിലില്ലെങ്കിൽ ആൾക്കാർ വനിത കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കടയിലാണ് വരുന്നത് സാധനം മേടിക്കാൻ. അപ്പോൾ കച്ചവടം കിട്ടിക്കൊണ്ടിരുന്നു. വനിത കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ കടയിൽ വരും. എൻ്റെ കടയിൽ വരുന്ന കസ്റ്റമർ 12 വർഷത്തിന് മുമ്പ് സ്ഥിരം വരുന്നവർ ഇന്നും വരുന്നുണ്ട്. എൻ്റെ കടയിൽ ഇല്ലെങ്കിൽ മാത്രമാണ് അപ്പുറത്ത് പോകുന്നത്. അപ്പോൾ ആ കസ്റ്റമർ എൻ്റെ കടയിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും, ചേച്ചി ഇവിടെ വേറെ വല്ല കടയും ഉണ്ടോ? അപ്പം ഞാൻ ഉടനെ പറയും, ചന്തേൻ്റെ അടുത്തൊരു ചെറിയ കടയുണ്ട്, അവിടെ കാണുമായിരിക്കും, പോയി നോക്കെന്ന് പറയും. എനിക്കെന്താ, ഞാൻ അങ്ങനെ പറഞ്ഞു വിടുന്നത്? എനിക്ക് അങ്ങനെയാണെങ്കിൽ പറഞ്ഞു വിട്ടുകൂടെ? ഒരു കടയില്ലെന്ന് പറഞ്ഞു വിട്ടുകൂടെ? ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഈ രാജ് സ്റ്റോറിൽ പറഞ്ഞു വിടാറുണ്ട്, പലയിടത്തും ഞാൻ പറഞ്ഞു വിടാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യണം. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വനിത കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കടയാണ്. ഈ 2 ഫാൻസി ഇവിടെ ഉള്ളൂ വലിയതുറ ചന്തേൻ്റെ ഭാഗത്ത്. അത് ചെറിയൊരു ഏരിയയാണ്, ചെറിയൊരു ചന്ത, ഒരു ജംഗ്ഷനാണ്. ആ ഏരിയയിൽ ആ പരിമിതിക്കുള്ള ആൾക്കാരാണ് വരുന്നത്. അതിനിടയ്ക്ക് വേറൊരു മുസ്ലിം ആൾ കൊണ്ടുവന്ന് അവിടെ കടയിട്ടു. 2ൻ്റെയും നടുക്ക് കൊണ്ടുവന്ന് കടയിട്ടു. പുള്ളിക്കാരൻ കൊണ്ടുവന്ന് കടയിട്ടിട്ട് അവസാനം പുള്ളിക്കാരനെ ഇതുപോലെ തന്നെയാണ് പറഞ്ഞുണ്ടാക്കി. ഒത്തിരി പേര് എന്നോട് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇങ്ങനെയാണ് ഇന്ന കടയിൽ നിന്ന് ആൾക്കാർ പറഞ്ഞു ഇവിടെ വില കൂടുതലാണ് ചേച്ചിയുടെ കടയിലെന്ന്. ഞാൻ പറഞ്ഞുകൊണ്ട് പൊക്കോട്ടെ, സാരമില്ല, പറഞ്ഞുകൊണ്ട് പൊക്കോട്ടെ. എൻ്റെ കച്ചവടം കൂടെ പിടിച്ചെടുക്കാനാണ് അവർ നോക്കുന്നത്. സാരമില്ല, എനിക്ക് ദൈവം തരേണ്ടത്, എനിക്ക് അന്നുള്ള ആഹാരത്തിനുള്ള വഴി എനിക്ക് ദൈവം തരും. ഇനി അഥവാ ആരെങ്കിലും തട്ടിയെടുത്ത് അത് കൊണ്ടുപോകണമെങ്കിൽ അത് ഒരിക്കലും അത് അവർക്ക് ഉപകാരപ്പെടില്ല. അത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഇതാകും. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ മുകളിൽ. അപ്പം മനുഷ്യരുടെ എനിക്ക് ഇവിടുത്തെ നാട്ടുകാരോടൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപ മുതൽ 2 രൂപ 3 രൂപ ഈ വനിതയിലും അപ്പുറത്തെ ഫാൻസി കടയിലും ഉള്ളതുപോലെ തന്നെയാണ് എൻ്റെ കടയിലും ഉള്ളത്. നിങ്ങൾ വന്ന് വാങ്ങിച്ചാലേ അത് അറിയാൻ പറ്റുള്ളൂ. ഒത്തിരിയും പേര് വർഷങ്ങൾ കൊണ്ട് 12 വർഷം കൊണ്ട് സ്ഥിരം വരുന്ന കസ്റ്റമറുണ്ട് എൻ്റെ കടയിൽ. എൻ്റെ കടയിൽ വന്നിട്ടേ അവർ പോകത്തുള്ളൂ. കാരണം അവർക്ക് അത്രയ്ക്ക് എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. നല്ല സെലക്ഷനാണെന്ന്, ഗ്യാരൻറ്റിയൊക്കെ നല്ല സെലക്ഷനാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ 22-ാം തീയതി വരാമെന്ന് പറഞ്ഞ് എനിക്ക് ഓർഡർ തന്നിട്ട് പോയിരിക്കുവാണ്, ഗ്യാരൻറ്റി. മനസ്സിലായോ? അപ്പോൾ ആ വർഷങ്ങൾ കൊണ്ട് എടുക്കുന്നവരുണ്ട് എൻ്റെ കടയിൽ.
നല്ല സാധനമാണ്, നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, 1 വർഷം വരെ കിടക്കുന്നുണ്ട്. മണക്കാടെന്നും കണ്ണാന്ത്ര, പൂന്ത്ര എന്ന് ഒരുപാടിടത്തുനിന്ന് വരുന്നുണ്ട്. വിഴിഞ്ഞത്തുനിന്ന് വരെ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. ഈ വലിയത്ര എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ അവരെൻ്റെ കടയിൽ വരാറുണ്ട്. പക്ഷേ ഈ വലിയത്രയിൽ ജനിച്ച് വളർന്ന കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് എന്നെ അറിയില്ല. ചിലവർ വിചാരിച്ചിരിക്കുന്ന ഞാൻ ഇവിടെ ഉള്ളതല്ല എന്നാണ് പറയുന്നത്. വിചാരിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും, ചേച്ചി ഇവിടെ ഉള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉള്ളതാണ്. പക്ഷെ ആർക്കും എന്നെ അറിയില്ല, ചിലവർക്കൊന്നും. അതവരുടെ കുറ്റമല്ല. ചിലവർ വിചാരിക്കുന്നത് ഞാൻ പുറത്തുള്ള എവിടെ നിന്ന് ദൂരം നിന്ന് വന്ന് ഇവിടെ താമസിച്ച് ഇവിടെ കടയിട്ടിരിക്കുകയെന്ന് വിചാരിച്ചാണ് ചിലവർ അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ചിലവർ മനഃപൂർവ്വം കയറാത്ത ആൾക്കാരുണ്ട്. ഈ കടപ്പുറത്തുള്ള അങ്ങോട്ടുള്ളവരൊക്കെ ഒത്തിരിയും പേര് പെണ്ണുങ്ങളും ആണുങ്ങളും മനഃപൂർവ്വം കയറാത്തവരുണ്ട്. അതെനിക്ക് മനസ്സിലാകും. കാരണം അവർക്ക് ചിലപ്പം ഞാൻ നന്നായി പോയാലോ അല്ലെങ്കിൽ പുള്ളിക്കാരം ഇവരൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരെ വെച്ചേക്കുവാണ്, ഇവിടെ വില കയറ്റമെന്ന് പറഞ്ഞ് അവരുടെ മനസ്സിലത് കിടപ്പുണ്ട്. ഇവിടെ വില കയറ്റോ, നമുക്ക് അവിടെ പോയി വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പോകുന്നത്. എൻ്റെ കട താണ്ടിയാണ് അവർ പോകുന്നത്. അവിടെ ഇല്ലെങ്കിൽ മാത്രമേ എൻ്റെ കടയിൽ വരും. പക്ഷേ എനിക്കതിൽ പരാതിയൊന്നും ഇല്ലായിരുന്നു ഇത്രയും നാളും. പക്ഷേ ഇതെനിക്ക് പറയാൻ ഇങ്ങനൊരവസരം എനിക്ക് പറയേണ്ടി വന്നത് എനിക്ക് സഹിക്കാൻ മേല ഇപ്പം. കാരണം എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് സുഖമില്ലാത്തതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. കാലിനൊക്കെ നല്ല വേദന, നടുവിന് കമ്പി ഇട്ടിട്ടുണ്ട്, സ്പ്രിങ് ഇട്ടിട്ടുണ്ട്, 3 കമ്പി നടുവിന് സ്പ്രിങ് കിടക്കുകയാണ്. പിന്നെ ഒരു കാലിൻ്റെ ഉപ്പൂറ്റിയുടെ എല്ല് കട്ട് ചെയ്ത് മാറ്റി. എല്ലില്ല, ഒരു ഉപ്പൂറ്റിയാണ് ഈ വെയിറ്റ് മൊത്തം താങ്ങുന്നത്. അപ്പം എനിക്ക് ഒത്തിരി സമയം ഒത്തിരി റെസ്റ്റ് എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മോനെ അവൻ കോളേജ് ഇല്ലാത്ത സമയത്ത് എൻ്റെ മോനെയാണ് കടയിലിരുത്തുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഞാൻ രാവിലെ കടയിൽ കയറിയ 10 മണിക്ക് ഇറങ്ങും. ഇന്ന് മിക്കവരും ചോദിക്കുന്നത് ചേച്ചി എത്ര മണി വരെ കടയാണ്? ഞാൻ പറഞ്ഞു 10 മണി വരെ. അത് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ 10 മണി വരെ കട ഇരിക്കും. 12 വർഷമായി. അപ്പോൾ അവർ ചോദിക്കും ചേച്ചി 10 മണി വരെ ഇരിക്കുമോ ചേച്ചി എന്ന്. ഞാൻ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്, ഇരുന്നല്ലേ പറ്റൂ എന്ന് പറയും ഞാൻ അവരുടെ അടുത്ത്. മനസ്സിലായോ? ഓരോരുത്തരുടെ ജീവിതം അവരവർക്കല്ലേ അറിയാവുള്ളൂ. എനിക്കെന്തെങ്കിലും അതിനകത്ത് ജീവിക്കേണ്ട ഇതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 10 മണി വരെ ഇരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നേരത്തെ പൂട്ടിക്കൊണ്ട് പോകാം. ഞാൻ ആ 10 മണി വരെ ഇരിക്കുന്ന എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നെറ്റിയിൽ എഴുതി വെച്ചിട്ട് നടക്കാൻ പറ്റുമോ എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ വിഷമങ്ങളൊക്കെ? എല്ലാവരുടെ മുന്നിലും ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിരിക്കുന്നത്. പക്ഷെ കാണുന്നവർ വിചാരിക്കും എനിക്കെന്തോ ഞാൻ വലിയ കോടീശ്വരിയാണ് എന്നൊക്കെയാണ് എല്ലാവരുടെയും ധാരണ. ഇല്ല. പക്ഷേ എനിക്ക് എൻ്റെ യേശുവായിക്ക് മാത്രം അറിയാം എൻ്റെ ജീവിതം എന്താണെന്ന്. ഞാനിതിപ്പോൾ ഇത്ര തുറന്ന് പറയുന്നത് നിങ്ങളെന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ്. കാരണം എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല കടക്കാരെന്നെ. പറഞ്ഞ് ഫ്ലാഷാക്കി ഇട്ടിരിക്കുകയാണ്. എൻ്റെ മോന് കടയിലിരിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യരും വന്ന് കടയിലിരിക്കുമ്പോഴും വണ്ടീൻ്റെ പുറത്തിരുന്നാലും ആൾക്കാർ വെറുതെ വിടുന്നില്ല. ആണാകട്ടെ പെണ്ണാകട്ടെ കടയിൽ വന്നിട്ട് എൻ്റെ മോനോട് പറയുകയാണ് ഇവിടെ ഭയങ്കര വില കൂടുതലാണ്. ഒരു ആൺകുട്ടിയല്ലേ അത്? ഒരു ആൺകുട്ടിയല്ലേ അത്? എത്രയെന്ന് പറഞ്ഞ് കേട്ടിട്ടിരിക്കും. ആ കുട്ടി എൻ്റെ മോൻ പറഞ്ഞു വന്നു വില കയറ്റമാണ് ആൻറ്റി, ഞങ്ങൾ സാധനം മേടിക്കാൻ പോകണം, ഞങ്ങൾക്കറിയാം വില കയറ്റമാണ്. നിങ്ങൾക്കറിയോ, ഒരു പർച്ചേസിന് പോണവർക്കറിയാം അതിൻ്റെ വില. എല്ലാ മാസവും വില കൂടുതലാണ്. ഇപ്പോൾ ഈ ഇടക്കാലം വെച്ചിട്ട് ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വില കയറ്റമാണ്. നമുക്ക് പർച്ചേസ് ചെയ്യുന്ന നമുക്കറിയാം. ഈ വനിതയിലെ ഈ ചേട്ടൻ തന്നെ മുമ്പ് ഈ സിറ്റിയിലാണ് പോയി പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പുള്ളി അവിടെ പോകുന്നില്ല. പുള്ളിക്കറിയാം അവിടെ ഭയങ്കര വിലയാണ്. പുള്ളി ഇപ്പം മധുര നാഗർകോവിൽ ഇവിടെയൊക്കെ പോയാണ് പുള്ളി പർച്ചേസ് ചെയ്യുന്നത്. അവിടെ പോയാൽ പുള്ളിക്ക് നല്ല വില കുറച്ച് കിട്ടും. അതുകൊണ്ടാണ് പുള്ളി ചിലപ്പോൾ വില കുറച്ച് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ അവിടെ പോയാൽ എനിക്ക് കിട്ടും. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. അത്രയും ദൂരം എനിക്ക് എങ്ങനെയാണ് പോയി വാങ്ങിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടുത്തെ കടയിൽ സിറ്റിയിൽ പോയിട്ട് കടയിൽ നിന്ന് അവരുടെ ലാഭവും പോയിട്ടാണ് അവരുടെ ഒരു വില പോയിട്ടാണ് എനിക്കൊരു വിലയ്ക്ക് തരുന്നത്. അപ്പോൾ ഞാൻ തുച്ഛമായ വിലയാണ് ഞാൻ അതിനിടുന്നത് പോലും. ഈ കടവാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, ഈ എടുത്ത ലോണുകൾ അടയ്ക്കണം. ലോണും പലിശയ്ക്കെടുത്താണ് ഈ ബിസിനസ് ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാം മാസാമാസം ചെയ്യണം. 4-5 ലോണുണ്ട്, പലിശ 2-3 ഇടത്തുണ്ട്. ഇതൊക്കെ ഞാൻ കൊടുക്കണം. ഇതൊക്കെ വെച്ചാണ് ഞാൻ ഈ കട നടത്തി കൊണ്ടുപോകുന്നത്. സ്വന്തം പൈസയില്ല. അപ്പോൾ ഞാൻ ഈ കടവാടക, കറണ്ട് ബില്ല്, ലോണുകൾ, പലിശ കൊടുക്കണം, ഇതെല്ലാം കൊടുക്കണം. എങ്കിൽ പോലും ഞാനിരിക്കുന്നതിൻ്റെ എൻ്റെ ശമ്പളം പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എനിക്കൊരു പരാതിയില്ല. പിന്നെ വീട്ടിൽ പച്ചക്കറിയോ മീനോ മേടിക്കാനേ എനിക്ക് അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റുള്ളൂ ഇതുകൊണ്ട്.
അല്ലാതെ എനിക്ക് ഇതുകൊണ്ട് ഈ കട കൊണ്ട് എനിക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. പിന്നെ കടയിൽ തീരുന്ന സാധനങ്ങൾ മേടിച്ചിടണ്ടേ, ഇതൊക്കെ ചെയ്യണ്ടേ ഈ പൈസയിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു വീട്ടിൽ ഒരു 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 പെണ്ണുങ്ങൾക്കറിയാം, പക്ഷേ പെണ്ണുങ്ങളിങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഓരോ പെണ്ണുങ്ങൾക്കറിയാം വീട് കുടുംബം നടത്തി കൊണ്ടുപോകണം എങ്ങനെയാണ്. ഒരു 500 രൂപ ഒരു കടയിൽ കൊണ്ട് മാറ്റിയാൽ നിങ്ങൾക്ക് ബാക്കി കിട്ടുന്നുണ്ടോ? ഒരു മീനും പച്ചക്കറിയും വാങ്ങിക്കുമ്പോൾ തന്നെ അത് തീരുവാണ്. ഒരു പലവ്യഞ്ജന കടയിൽ കയറിയാൽ പോലും 500-ന് മുകളിലാവുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ? പിന്നെ എൻ്റെ കടയിൽ വന്നിട്ട് നിങ്ങൾ വില കയറ്റമാണ്, വില കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 രൂപ മുതൽ എൻ്റെ കടയിലുണ്ട് സാധനങ്ങൾ. 1 രൂപ മുതലുണ്ട് എൻ്റെ കടയിൽ. ഈ വനിതയിലും മറ്റുള്ള അടുത്ത് ഉള്ളതുപോലെ തന്നെയാണ് എൻ്റെ കടയിലും ഉണ്ട്. പക്ഷെ നിങ്ങളത് വന്ന് വാങ്ങിച്ചാലല്ലേ, സ്ഥിരം വാങ്ങിച്ചാലല്ലേ അറിയാൻ പറ്റും. നിങ്ങൾ വന്ന് ഉടനെ കൈകൊണ്ട് വയ്ക്കുന്ന ഏതില്ല, കമ്പനി സാധനത്തിലാണ്. കാരണം എന്നാന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആൾക്കാരും വരുന്നുണ്ട്. അവർക്ക് കമ്പനി സാധനമാണ്, അവർക്ക് ലോക്കൽ സാധനമൊന്നും വേണ്ട. എന്നോട് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി മേടിച്ച് വയ്ക്കുന്നതാണ്. പൈസ പോലെ എനിക്ക് കമ്പനി സാധനത്തിന് വാങ്ങിക്കുമ്പോൾ അതിൽ വലിയ ലാഭമൊന്നുമില്ല. 1 രൂപ 2 രൂപയൊക്കെ ലാഭമുള്ളൂ. എങ്കിലും കച്ചവടം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ആൾക്കാർ വരട്ടെ, നമ്മുടെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആ കമ്പനി സാധനം മേടിച്ച് വയ്ക്കുന്നതാണ്. അത് നല്ല വിലയുള്ള സാധനങ്ങളാണ്. അവർക്ക് വില ഉള്ളത് തന്നെ വേണം. അവർക്കൊരു ലോക്കൽ വേണ്ട. അവരെൻ്റെ മൂത്ത് നോക്കി പറഞ്ഞു, ചേച്ചി കുറച്ച് കമ്പനി സാധനങ്ങൾ വില കൂടിയ ലിഫ്റ്റിക്ക്. എന്തിന് പറയാം, ഈ കടപ്പുറത്തുള്ള ഈ പല ചേച്ചിമാർ വന്നിട്ട് എന്നോട് പറയുക കൂടിയ ക്ലിപ്പ് മേടിച്ച് വയ്ക്കാനെന്ന്. ഞാൻ കുറഞ്ഞ സാധനങ്ങൾ മേടിച്ച്, ഇവിടെ ഉള്ളവരുടെ കണക്കിന് കുറഞ്ഞ സാധനങ്ങൾ മേടിച്ച് വയ്ക്കുമ്പോൾ അവർ വന്നിട്ട് കൂടിയ ക്ലിപ്പ് മേടിച്ച് വയ്ക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ മേടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മേടിക്കുമെങ്കിൽ ഞാൻ മേടിച്ച് വയ്ക്കാം. അങ്ങനെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കൈ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, കൂടിയതിൽ കൊണ്ട് വച്ചിട്ട് പറയും അയ്യോ വില കയറ്റുക. ഒരു ക്ലിപ്പ് ഒരു 20 രൂപൻ്റെ ഒരു 30 രൂപയുടെ ഒരു ക്ലിപ്പ് നീളമുള്ളത്, അത് കല്ലൊക്കെ ഉള്ളതാണ്. അത് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് 15 രൂപയ്ക്ക് കൊടുക്കാൻ. എങ്ങനെ കൊടുക്കും ഞാൻ? അപ്പോൾ എനിക്ക് കൈ നഷ്ടമില്ലേ വരത്തുള്ളൂ, എനിക്ക് ലാഭവും ഇല്ല, കൈ നഷ്ടവും വരിക. ഞാൻ എങ്ങനെ കൊടുക്കും? ഓരോരുത്തർ വന്ന് കടയിൽ വന്ന് പറയുന്നതാണെന്നേ, കുറച്ച് തരുമോ? 5 രൂപയുടെ സാധനം എടുത്താലും പറയും കുറച്ച് കൊടുക്കണമെന്ന്. അങ്ങനത്തെ മനുഷ്യരാണ് ഇവിടെ ഉള്ളത്, ആണാകട്ടെ പെണ്ണാകട്ടെ. ഓരോരുത്തരും 10 രൂപയ്ക്ക് 5 രൂപയ്ക്ക് വന്നിട്ട് അതിൽ ഡിസ്കൗണ്ട് ചോദിക്കുന്നു. എന്ത് മനുഷ്യരാ അത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ ഞാൻ എന്താ ഇവർക്ക് കുറച്ച് കൊടുക്കേണ്ടത്? അതുപോലെ തന്നെ ഹിന്ദിക്കാർ വന്നാലും അവരും ഇതേ അവസ്ഥ തന്നെയാണ്. നിങ്ങൾ ഈ കടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും സിറ്റിയിലൊക്കെ പല കടകളിൽ, തുണിക്കടകളിൽ, ഫാൻസി കടയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കടപ്പുറത്തുള്ള ഈ വലിയതുറയുള്ള ചെറിയതുറയുള്ള പല സ്ഥലത്തുള്ള ആൾക്കാരെ ഞാൻ സിറ്റി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. തുണിക്കടകൾ, വലിയ വലിയ പാർത്താസ്, ജയലക്ഷ്മി, കല്യാൺ സാരീസിലൊക്കെ അവർ ഒരു ഡ്രസ്സ് 5000 രൂപയ്ക്കൊക്കെയാണ് എടുക്കുന്നത്. ഒരു ഡ്രസ്സാവട്ടെ, സാരി ആവട്ടെ, ടോപ്പാവട്ടെ 10,000 5000 രൂപയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് സന്തോഷം തോന്നി അന്ന് അവരെടുക്കുന്നത് കണ്ടിട്ട്. കാരണം അവർ അത്രയൊക്കെ വളർന്നല്ലോ, നന്നായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് അപ്പോഴും പറഞ്ഞത്. പക്ഷേ അവരവിടെ എടുത്തിട്ട് അവർ പറയുകയാണോ ഞങ്ങൾക്ക് കുറച്ച് തരാം, അവർ വലിയ കടയിൽ കയറിയിട്ട് പറയാറുണ്ടോ? ഇല്ല, അവർ ചോദിക്കുന്ന റേറ്റ് അവർ കൊടുത്തിട്ട് പോവുകയാണ്. പക്ഷേ എൻ്റെ കടയിൽ വന്നിട്ട് എല്ലാവരും വില കുറച്ച് ചോദിക്കുക. ഞാൻ പലരോടും അത് ചോദിച്ചു. നിങ്ങൾ സിറ്റിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അവിടെ കുറച്ച് ചോദിക്കുന്നില്ലല്ലോ. അവിടെ ചോദിച്ചാൽ അവർ തരത്തുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നേ പറയുന്നത്. പക്ഷേ എൻ്റെ കടയിൽ വന്നിട്ട് നിങ്ങളിങ്ങനെ കുറച്ച് താ. ഞാൻ മാക്സിമം കുറച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അധികം ലാഭം എടുക്കാതെ ഞാൻ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ശമ്പളം പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ എങ്ങനെ ബിസിനസ് ചെയ്യും? നിങ്ങൾ തന്നെ ഒന്ന് പറയേ. ഇന്നത്തെ സാധന വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ടുള്ള അമ്മമാർ 10, 40, 50, 70 വയസ്സായ അമ്മച്ചി വരെ കഴിഞ്ഞ മാസം വന്നിട്ട് എന്നോട് പറയാം, മോളെ ഒരു പാൻചീപ്പ് കൊടുക്കാൻ 5 രൂപയ്ക്ക് ഒരു പാൻചീപ്പ്. എവിടെ കിട്ടും 5 രൂപയ്ക്ക് പാൻചീപ്പ്? അതെ, 5 രൂപയല്ല 2 രൂപയ്ക്ക് ചോദിക്കുക. ഞാൻ പറഞ്ഞ അമ്മയെ പണ്ടത്തെ കാലമൊന്നുമില്ല, അതൊക്കെ മാറി ആ കാലമൊക്കെ. ഇപ്പോൾ ഒത്തിരിയും റേറ്റുകൾ നിങ്ങൾക്ക് അറിയില്ലേ. പലവ്യഞ്ജനത്തിന് പോലും നമ്മൾ കഴിക്കുന്ന നിത്യവൃത്തി ആ ഭക്ഷണത്തിന് പോലും നമ്മൾ വില കയറ്റമാണ്. അപ്പോൾ നിങ്ങൾക്കറിയില്ല, പച്ചക്കറി, മീനിനാവട്ടെ, എന്തിനാവട്ടെ എല്ലാ സാധനത്തിനും വില കയറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടേന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളിങ്ങനെയൊക്കെ പണ്ടത്തെ റേറ്റ് വെച്ചിട്ട് എന്നോട് വന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് തരുന്നത് എന്നൊക്കെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഞാൻ ഈ എടുക്കുന്ന കടകളിൽ ഓരോ മാസം എൻ്റെ മോനാണ് ഇടയ്ക്ക് പോയി പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് വൈകി ഇത്തിരി കുറച്ച് സാധനമൊക്കെ ആണെങ്കിൽ ഞാൻ ഒത്തിരി സാധനം എടുക്കാൻ പോകുമ്പോൾ ഞാൻ മക്കളും കൂടെയാണ് പോകുന്നത്. കുറച്ച് സാധനമാണെങ്കിൽ കടക്കാർ തന്നെ പറയും, ചേച്ചി വയ്യാത്തല്ലേ വരണ്ട, ചേച്ചി ഒന്നിൽ വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവിടെ എത്തിക്കാം, ഇല്ലെങ്കിൽ മോനെ പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയും. കാരണം എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവർ പറഞ്ഞതാണ് കടക്കാർ. അങ്ങനെ എൻ്റെ മോനെ എന്തെങ്കിലും ഒരു അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ വിടുന്നു. എല്ലാ മാസവും റേറ്റാണ്.
ഞാൻ ഫോൺ വാങ്ങിച്ച് അവരോട് ചേട്ടാ കഴിഞ്ഞ മാസം ഈ മാസം റേറ്റ് ആണല്ലോ, എന്ത് ചെയ്യാനാ, ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക എന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ആവശ്യക്കാരായി പോയില്ലേ. പിന്നെ കടയിൽ വന്ന് കസ്റ്റമർ തിരിച്ചു പോകണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ വില പോലും നോക്കാതെ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, ദൂരം ഞാനിപ്പം അങ്ങനെ ഫാൻസി കട ഇട്ടിരുന്നു കുറച്ച് നാളായപ്പോഴത്തേക്ക് 2 വർഷത്തിന് മുമ്പേ പിന്നെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ചേച്ചി 2 വർഷം കൊണ്ടാണ് എന്നെ കസ്റ്റമർ ബുദ്ധിമുട്ടിച്ചത്, ചേച്ചി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുമോ ചേച്ചി, ഞങ്ങൾ ഒരെണ്ണത്തിന് ഓടി ഞങ്ങൾ സിറ്റിയിൽ പോകണം, ചേച്ചി എടുത്ത് വയ്ക്കണമെങ്കിൽ ഞങ്ങൾ ഓടി ചേച്ചീൻ്റെ അടുത്ത് വരാം. ഈ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നത് ഒക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി പറയുകയാണ്. ബ്രേസർ ആവട്ടെ, ഷഡ്ഡി ആവട്ടെ, എല്ലാം ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് വാങ്ങിക്കാമല്ലോ. 2 വർഷം കൊണ്ട് എന്നെ പറഞ്ഞ് എന്നെ ഇതാക്കി. അവസാനം ഞാൻ എന്ത് ചെയ്ത്, പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് ഞാനത് കുറേച്ച് എല്ലാം കുറച്ച് ഞാൻ ഇറക്കി. ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഞാനെല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചി ഈ തുണി എടുക്കാൻ വരുമ്പോൾ ഫാൻസി എടുക്കും. അവർക്ക് എൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് അറിയാം. അതുകൊണ്ടിട്ടാണ് എൻ്റെ അടുത്ത് അവർ കുറേ പേര് പറഞ്ഞു, ചേച്ചി തുണി എടുത്ത് വയ്ക്കും. അപ്പോൾ തുണി എടുക്കാൻ വരുമ്പോൾ ഫാൻസി എടുക്കുമ്പോൾ തുണി എടുക്കും ചേച്ചി, കച്ചവടം കിട്ടും, ആൾക്കാർ അറിഞ്ഞു വരും എന്നൊക്കെ. അവർക്ക് എന്നോടുള്ള സ്നേഹവും അല്ലെങ്കിൽ എന്നോടുള്ള ആ ഒരു ഇതും കൊണ്ടിട്ടായിരിക്കും എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത്. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും അവർ പറഞ്ഞത്. ഞാനത് എടുത്തു. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട, ഒരെണ്ണത്തിന് ഓട്ടോ പിടിച്ച് പോകണ്ടേ, ഇതാകുമ്പോൾ ഓടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ തുണി എടുക്കുന്നതൊക്കെ. ഞാൻ ദൂരം നിന്നായിരുന്നു ഈ തുണി അത്രയും എടുത്തിരിക്കുന്ന ദൂരം നിന്നാണ്, പല സ്ഥലത്തുനിന്ന്. കാരണം ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് നമുക്ക് ലാഭത്തിന് കിട്ടിയതുകൊണ്ട് ആ ലാഭത്തിന് ഞാൻ റേറ്റ് ഇട്ടിരിക്കുകയാണ് ആൾക്കാർക്ക്. പിന്നെ ചില കടകൾ നടന്ന് അവരുടെ റേറ്റും പോയിട്ടാണ് നമുക്കൊരു റേറ്റിന് തരുന്നത്. അപ്പോൾ അതിൻ്റേതായ റേറ്റ് അതിന് വരും. എങ്കിലും എല്ലാം 1000 രൂപയ്ക്കകത്തേ ഉള്ളൂ തുണിയല്ല എൻ്റെ കടയിൽ. 375 മുതലെല്ലാം എനിക്കുണ്ട് സാധനങ്ങൾ പല റേറ്റിന്. കുട്ടികളുടെയൊക്കെ നിക്കർ അങ്ങനത്തെ ഒക്കെ ഉടുപ്പൊക്കെ 40 രൂപ 30 രൂപയൊക്കെ ഉള്ളൂ. ഇതൊക്കെ വന്ന് വാങ്ങിക്കുമ്പോഴല്ലേ ആൾക്കാർക്ക് റേറ്റ് അറിയാൻ പറ്റുള്ളൂ. വെറുതെ മറ്റുള്ള കടക്കാർ മറ്റുള്ളവർ പറയും, ആൾക്കാർ പറയും അവിടെ വില കൂടുതലാണ് പോലെ, അത് വിശ്വസിച്ച് നിങ്ങളിങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്ത് പോകുമ്പോഴേ എല്ലാ സാധനങ്ങളും പർച്ചേസ് എങ്കിലേ നിങ്ങൾക്ക് അപ്പുറത്തെ കടയിലെ വില അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഇപ്പുറത്തെ കടയിലെ പല കടയിലുള്ള വില അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വില കയറ്റായതുകൊണ്ട് എല്ലാ കടകളിലും വില കാണും. അതിന് ഈ മുസ്ലിം ഒന്ന് കടയിട്ടു പുള്ളിക്കാരൻ. ഈ 2 കടയേ ഉണ്ടായിരുന്നുള്ളൂ, വനിതയും എൻ്റെ കടയും ഉണ്ടായിരുന്നുള്ളൂ. വനിത കഴിഞ്ഞാൽ എൻ്റെ കടയിൽ ആൾക്കാർ വരുന്നത്. അതിനിടയ്ക്ക് കൊണ്ടുവന്ന് ഈ ചെറിയൊരു ഏരിയയിൽ കൊണ്ടുവന്ന് ആ പുള്ളിക്കാരൻ കൊണ്ടുവന്ന മുസ്ലിം അയാൾ കൊണ്ടുവന്ന് കടയിട്ടു. അല്ലെങ്കിൽ ഇല്ലാത്ത സാധനം എന്തെങ്കിലും ഇപ്പോൾ 2 ഫാൻസി ഉണ്ടോ ഒന്നും സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കണം മനുഷ്യരായ. ഇവിടെ 2 കടയുണ്ട്, എന്തായിരുന്നാലും നമുക്ക് വേണ്ട, അവരുടെ വയറ്റത്ത് അടിക്കണ്ട, അല്ലെങ്കിൽ അവരുടെ കഞ്ഞിയിൽ മണൽ വാരിയിടണ്ട, നമുക്ക് ഇല്ലാത്തത് എന്താണോ അതിവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അത് ചെയ്തു. പുള്ളിക്കാരനും കൊണ്ടുവന്ന് അവിടെ ഫാൻസി ഇട്ട് എൻ്റെ കുറേ കച്ചവടം പുള്ളിക്കാരെ ഇല്ലാത്തത് കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞ് വില കയറ്റണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. പുള്ളിക്കാരനും എനിക്കിട്ട് പാര പണിഞ്ഞു. എന്നിട്ട് ഞാൻ പുള്ളിക്കാരനോട് ഒന്നും ചോദിക്കാൻ പോയില്ലേ നിമിഷം വരെ. ഇതുവരെയ്ക്കും ഞാൻ ചോദിക്കാൻ പോയില്ല. കാരണം എല്ലാം ഞാൻ ദൈവത്തിന് എൻ്റെ യേശുവായിൻ്റെ അടുത്താണ് ഞാൻ വിടുന്നത്. ദൈവം ചോദിച്ചോളൂ എനിക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത്. അങ്ങനെ ഇതിപ്പോൾ എനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായി. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ച് 2-3 ദിവസത്തിന് മുമ്പേ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് മാനസികമായി ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ആർക്കും ഒരു ദ്രോഹം, ഞാൻ എൻ്റെ യേശുവായിട്ട് പ്രാർത്ഥിക്കായിരുന്നു, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ അപ്പാ, എന്നിട്ട് എന്തേ എന്നെ എല്ലാവരും ഇങ്ങനെ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ജീവിക്കാനല്ലേ വന്നത്, ഞാൻ ഈ കാല് വയ്യാതെ 1 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് കുത്തിയിരിക്കുന്നത്. ഞാൻ റെസ്റ്റ് പോലും എടുക്കാതെ പല തവണ എനിക്ക് വേദന കാലിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ റെസ്റ്റ് പോലും എടുക്കാതെ ഞാൻ വന്ന് കുത്തിയിരുന്നിട്ടുണ്ട് രാത്രി 10 മണി വരെ. എന്തിനാണെന്നറിയാം, മക്കളെ വളർത്താൻ വേണ്ടിയിട്ട്, എൻ്റെ ഹസ്ബൻഡിനൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ വന്ന് കുത്തിയിരിക്കുന്നത്. അതുപോലും മനുഷ്യർ മുടക്കാൻ. ഞാൻ ഇത്ര നിങ്ങളുടെ അടുത്ത് എന്ത് ദ്രോഹമാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ചെയ്തത്, നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാനായിട്ടില്ലാത്തത്? എന്തിനാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ഇങ്ങനെ? എന്നിട്ട് ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് അവിടെ കടയിട്ടു. ഒത്തിരിയും പേരുടെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ചോദിക്കാനൊന്നും പോയില്ല, എല്ലാം ദൈവത്തിന് വിട്ടു. ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ, ഞാൻ തുണി ബിസിനസ് ചെയ്തിപ്പോൾ 1 വർഷം ആകാൻ പോണു ഈ ഓണമാകുമ്പോൾ. ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ നൈറ്റിയൊക്കെ ഇറക്കിയിട്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു അത് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ട് എനിക്കിട്ട് തിരിച്ചതാക്കിക്കൊണ്ടിരിക്കുക. എന്തിനാണ് ഈ ദ്രോഹം ചെയ്യുന്നത്? നിങ്ങൾക്കിപ്പോൾ ഈ 2 കടയുണ്ട്, ഇതൊരു ചെറിയ ഏരിയയാണോ? സിറ്റിയല്ല അത്. സിറ്റി ആകുമ്പോൾ 4 ദിക്കുന്ന ആൾക്കാർ വരും. എത്ര കടയിട്ടാലും കുഴപ്പമില്ല. ഫാൻസിയോ പലവ്യഞ്ജനക്കടയിട്ടാൽ എവിടെ ഇട്ടാലും ഒത്തിരിയും കട വന്നാലും അത് പോകും വിറ്റഴിഞ്ഞു. പക്ഷേ ആ ഫാൻസി മറ്റുള്ള കടകളെന്ന് പറഞ്ഞാൽ സീസൺ സമയത്തുള്ള കച്ചവടമേ ഉള്ളൂ. പിന്നെ തെന്നിയ തെറിച്ചൊക്കെ ഡെയിലി ഉള്ളൂ.
അപ്പോൾ സിറ്റിയിലൊക്കെ ആകുമ്പോൾ 4 ദിക്കുന്നും വരുന്ന ആൾക്കാർ, അവിടെ എത്ര കടയിട്ടാലും കുഴപ്പമില്ല. ഇതൊരു ചെറിയ ഏരിയയിൽ കൊണ്ടുവന്നു ആ പുള്ളിക്കാരൻ ആ മുസ്ലിമും കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ കടയിട്ടു. അല്ലെങ്കിൽ ഇയാളുടെ ഏരിയയിൽ കൊണ്ടിടും. ഇയാളുടെ ഏരിയയിൽ ആരും ഇല്ലല്ലോ, അവിടെ കടകളൊന്നുമില്ല, ഈ ഫാൻസി കടയൊന്നുമില്ല. ആ കല്ലുമൂട് ആ ഭാഗത്ത് അവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് അവിടെ ഇട്ടുകൂടെ? ഇത് പറയാനായിട്ട് എനിക്കത് പറയണം. കാരണം 12 വർഷത്തിന് മുമ്പേ ഞാൻ ഭീമാവള്ളിയിൽ കട അന്വേഷിച്ച് പോയി. ഈ ചന്തയിൽ വരുന്നതിന് മുമ്പേ, ചന്തയിൽ കടയെടുക്കുന്നതിന് മുമ്പ് ഭീമാവള്ളിയിൽ കട അന്വേഷിച്ച് പോയപ്പം ഭീമാവള്ളിയിൽ ഉള്ള എല്ലാവരും എന്നോട് എന്നാന്നറിയോ, അത് ഞങ്ങളുടെ ജാതിക്കാർക്കേ കൊടുക്കുകയുള്ളൂ, നിങ്ങൾക്ക് കട തരത്തില്ല എന്ന് എന്നോട് പറഞ്ഞതാണ്. എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. ശരി ചേട്ടാ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ചന്തേൻ്റെ അവിടെ ഒരു ബിൽഡിങ് കെട്ടുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും പോയി. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് ആ അടിത്തറ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് അഡ്വാൻസ് കൊടുത്തു. അവിടെ നിന്നൊരു കട എടുത്തു. അത് കെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ കട സ്റ്റാർട്ട് ചെയ്യുന്നത്, ചന്തേൻ്റെ ഭാഗത്ത്. മനസ്സിലായോ? അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ അവരുടെ ജാതിക്കാർക്കേ അവർ കൊടുക്കത്തുള്ളൂ. ഇവിടെ ഉള്ള നമ്മുടെ ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അച്ഛന്മാർ പള്ളിയിൽ വിളിച്ചു പറയുന്നു മുസ്ലിങ്ങൾക്ക് കട കൊടുക്കരുത്, വീട് കൊടുക്കരുത് എന്നൊക്കെ. നമ്മുടെ മനുഷ്യർ എന്ത് ചെയ്യും? പണത്തിന് വേണ്ടിയിട്ട് അതൊന്നും നോക്കാതെ കൊടുക്കുന്നു. നല്ല മനുഷ്യരും ഉണ്ട് മുസ്ലിങ്ങളിൽ. അവരാണ് ജാതി സ്പിരിറ്റ് വെച്ചിരിക്കുന്നത്. നമ്മൾ ജാതി സ്പിരിറ്റ് വയ്ക്കുന്നില്ല. നമ്മൾ ജാതി മതമൊന്നും നമ്മൾ നോക്കുന്നില്ല. അവരാണ് ജാതി സ്പിരിറ്റ് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യും? നമ്മുടെ ആൾക്കാർ അവർക്ക് കട കൊടുത്തു. മുസ്ലിങ്ങളിൽ നല്ല ആൾക്കാരും ഉണ്ട്, നല്ല മനുഷ്യരുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട്. നല്ല മനുഷ്യരുമുണ്ട്, അഴുക്ക മനുഷ്യരുമുണ്ട്. മറ്റുള്ളവരെ ദ്രോഹിച്ചും പറ്റിച്ചും വെട്ടിച്ചും ജീവിക്കുന്നവരുണ്ട്. അവർ മുസ്ലിങ്ങളിൽ നല്ല മനുഷ്യരുമുണ്ട്, അല്ലാത്ത മനുഷ്യരുമുണ്ട്. ഇപ്പം എനിക്കിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഈ കടേൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നൊരു കടയിടേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഞാൻ തുണി ഇറക്കിയപ്പോൾ അത് കണ്ടിട്ട് പുള്ളിക്കാരന് തുണിയെല്ലാം ഇറക്കി, നൈറ്റിയെല്ലാം ഇറക്കി തൂക്കിയിട്ടിരിക്കുക. എന്ത് ചെയ്യാനാ? എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്നിട്ട് വരുന്ന കസ്റ്റമറിൻ്റെ അടുത്തെല്ലാം പറഞ്ഞു വിടണം അവിടെ വില കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തിനാണ് ഈ ദ്രോഹം എന്നിൽ ചെയ്യുന്നത്? നിങ്ങളടുത്ത് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്ത് തെറ്റാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തത്? ആരോടെങ്കിലും അന്വേഷിച്ച് നോക്ക്. എൻ്റെ കംപ്ലൈൻറ്റും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അയ്യോ നിങ്ങളുടെ കടയിനെക്കുറിച്ച് ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അടുത്ത്? എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഈ ദ്രോഹം കാണിക്കുന്നത്? ഇനിയെങ്കിലും നാട്ടുകാരിത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ നാട്ടിലുള്ളതാണ്. ഈ നാട്ടിൽ ഈ വലിയൊരു ദേശത്ത് ജനിച്ച് വളർന്നൊരു പെണ്ണാണ് ഞാൻ. ഈ OLGക്കകത്ത് ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. ഈ OLGക്കകത്ത് അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ OLGക്കകത്ത് ഞാൻ ജനിച്ച് വളർന്നതാണ്. അവിടെ ഉള്ളവർക്കെല്ലാം എൻ്റെ അവസ്ഥ അറിയാവുന്നതാണ്, എന്നെ അറിയാവുന്നതാണ്. പക്ഷേ അവിടെ ഉള്ളവർക്ക് എൻ്റെ അടുത്ത് വൈരാഗ്യവും കുശുമ്പും അസൂയ, ഞാൻ നന്നായി പോയാലെന്ന്. ഇത്രയും 12 വർഷമായി എൻ്റെ കട ഇട്ടിട്ട് ആരും ഇന്നേ വരേക്ക് വന്നിട്ടില്ല. എനിക്കതിൽ പരാതിയില്ല, പക്ഷെ പറയുവാണ്, ഇത് പറഞ്ഞേ പറ്റൂ എനിക്ക്. കാരണം ഈ OLGയിലുള്ള ഒരു മനുഷ്യർ പോലും എൻ്റെ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാറില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവരോടൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അസൂയ കുശുമ്പോ ആയിരിക്കും. ഞാൻ നന്നായി പോയാലോ, ഇവൾ നന്നാകണ്ട, ആ പുള്ളിക്കാരൻ നന്നാവട്ടെ, അല്ലെങ്കിൽ അന്യമതസ്ഥന്ന് വന്ന മുസ്ലിം നന്നാകട്ടെ എന്ന് വിചാരിച്ചാണോ എല്ലാവരും ഉണ്ടാവും? എന്ത് മനുഷ്യരാടോ നിങ്ങളൊക്കെ? എന്ത് ദ്രോഹമാണ് ഞാൻ OLGക്കാരോട് ഞാൻ ചെയ്തത്? പറയേ, എന്ത് ദ്രോഹമാണ് ചെയ്തത്? എൻ്റെ ഹസ്ബൻഡ് കടയിട്ട സമയത്ത് ഈ ഇടയ്ക്ക് വരെ എന്നോട് പറഞ്ഞു, ഈ OLGയിലുള്ള ഒരു മനുഷ്യർ പോലും കടയിൽ വരുന്നില്ലല്ലോ ഓടി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് എൻ്റെ ഹസ്ബൻഡ്. നിൻ്റെ അടുത്ത് ഇത്രയും വൈരാഗ്യം എന്താ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരോടും ഒന്നിനും ഞാൻ പോയിട്ടുമില്ല, ആരെയും ദ്രോഹിച്ചിട്ടുമില്ല, ആരെയും ദുഷിച്ച് പറഞ്ഞിട്ടുമില്ല. എനിക്കറിയില്ല അവരെ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആൾക്കാർ. എന്തിനാണ് നിങ്ങൾ എന്നോട് ഈ ദ്രോഹം ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങൾ ഇത്രമാത്രം അത് പറയാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ കൂടെ ജനിച്ച് OLGക്കകത്ത് കൂടെ ജനിച്ച് കളിച്ച് വളർന്നു എൻ്റെ കൂട്ടുകാരി എൻ്റെ കട താണ്ടി ഞാനൊരു ദിവസം നോക്കിയപ്പോൾ അപ്പുറത്തെ കടയിൽ നിൽക്കുക. എനിക്ക് എന്തോരം വിഷമം വന്നെന്നറിയാം. പോട്ടെ, എൻ്റെ കടയിൽ വന്നിട്ട് എനിക്ക് ഇവിടെ ഇല്ലെങ്കിൽ അപ്പുറത്ത് പോയി വാങ്ങിച്ചാലും കുഴപ്പമില്ല. ഇതാണ് മനുഷ്യരുടെ, നമ്മുടെ മുന്നിൽ ചിരിച്ച് കാണിച്ചിട്ട് അവരുടെ മനസ്സിലിരിപ്പല്ല അതാ. 2-3 ഇതിനൊക്കെ വന്നിട്ട് പോയി, തിരിച്ച് വന്ന് വാങ്ങിച്ചിട്ട് പോയി, 2-3 സാധനം വന്നിട്ട് വാങ്ങിച്ചിട്ട് പോയി. അല്ലാതെ വരത്തില്ല. അല്ലാതെ മിക്ക സമയങ്ങളിലും അപ്പുറത്തെ കടകളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ട്, അപ്പുറത്ത് പല മനുഷ്യരും കണ്ടിട്ടുണ്ട്, എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ കളിച്ച് വളർന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അപ്പോൾ എത്ര മനസ്സിൽ ഈ കുശുമ്പും മുന്നായ്മയും വച്ചിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ കേട്ടാലും എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ കേൾക്കണം ഇതൊക്കെ. കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെയ്ക്ക് ആരുടെ ഒരു പരാതിയും കൊണ്ട് വന്നിട്ടില്ല. എൻ്റെ എല്ലാം യേശുവായിക്കാണ് ഞാൻ കൊടുക്കുന്നത്. എന്നാലും ഞാൻ എല്ലാവരുടെ മുന്നിൽ ഞാൻ ആര് വന്നാലും ഞാൻ ചിരിച്ച് സംസാരിക്കത്തേ ഉള്ളൂ. OLG ആര് വന്നാലും പുറത്ത് വെച്ച് കണ്ടാലും എന്താ ആൻറ്റി സുഖമാണ് എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ആരുടെ ഒരു വൈരാഗ്യവും. എന്തിനാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇത്ര വൈരാഗ്യം? നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഞാൻ അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കണം, അവൾ നമ്മുടെ കൊച്ചാണ്, OLGക്കകത്ത് ജനിച്ച് വളർന്ന നമ്മുടെ കൊച്ചാണ്, നമ്മുടെ കൂടെ നടന്ന കൊച്ചാണ്, അവളുടെ കടയുണ്ടല്ലോ, അവളുടെ കടയിൽ പോയി വാങ്ങിക്കാം, അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെ, ഒന്നാതെ കാല് വയ്യാത്തതാ, നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെയല്ലേ ഓരോ മനുഷ്യർ ചെയ്യേണ്ടത്. ഈ ഏരിയനെക്കുറിച്ച് മനസ്സിലാക്കണം. മറ്റുള്ള ലോകത്തിലുള്ള എല്ലാവരും ഈ ഏരിയനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അത്ര എന്നെ മാനസികമായും എന്നെ അത്രയ്ക്ക് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ എൻ്റെ അടുത്ത് എന്തിനാണ് ഈ ദ്രോഹം ചെയ്യുന്നത്? ഞാൻ ആർക്കും ഒന്നിനും വരുന്നില്ല. ഞാനൊരു ചെറിയ കടയിട്ട് വീടിറങ്ങിയ കട ഇറങ്ങിയ വീടാണ് ജീവിക്കുന്നത്. രാത്രി 10 മണി വരെ ഇരിക്കുന്നത് എൻ്റെ നിവൃത്തികേട് കൊണ്ടിട്ടാണ്. 1 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഉള്ള ഡ്രസ്സ് ഞാനിങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ടാണോ? ഉള്ള ഡ്രസ്സ് എൻ്റെ യേശുവ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അതായത് ഇസ്രായേലിലെ രാജാവാണ് എൻ്റെ യേശുവ. ഇന്ന് മരിച്ച് ജീവനോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹത്തിൻ്റെ മകളാണ് ഞാൻ. അപ്പോൾ ആ രാജാവിൻ്റെ മകൾ എങ്ങനെ ഇരിക്കണം? ഉള്ളതായാലും അടിച്ച് നനച്ച് വൃത്തിയായിട്ടിരിക്കുന്നതാണോ കുറ്റം? ഞാൻ ഒരുങ്ങിയിരിക്കുന്നതാണോ കുറ്റം? ഒരു പൗഡർ ഇടുന്നു, മുടി കെട്ടുന്നു, ഒരു ഉള്ളത് നല്ല വസ്ത്രം ഇട്ടിരിക്കുന്നു. അതെൻ്റെ അപ്പൻ്റെ മകളായതുകൊണ്ടാണ്, ദൈവ ചൈതന്യമുള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇത് ഉള്ളത്. അതുകൊണ്ടാണോ? അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നത്, ഞാനിങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്നെ തൃപ്തിപ്പെടുത്താനാണ്, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ലെവൽ വരെ എത്തിയത്. എനിക്കൊന്നുമില്ല. എല്ലാവരെയും പോലെ ഒരു അസുഖം വന്നാൽ ചിലവരൊക്കെ ആണെങ്കിൽ മൂലയ്ക്ക് കുത്തിയിരിക്കും. അയ്യോ എനിക്കിനി പറ്റത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കുത്തിയിരിക്കും. പുള്ളിയുടെ ജീവിതം പോയി എന്ന് പറഞ്ഞ് കുളിയുമില്ല, നനയുമില്ല, ഒരുങ്ങത്തുമില്ല, നല്ല ഡ്രസ്സ് ഇടില്ല, ഒന്നും ചെയ്യില്ല, ഒരിടത്ത് ഒതുങ്ങിക്കൂടും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല. എന്താണെന്നറിയോ? എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേൽക്കണം, കട്ടിൽ നിന്ന് എഴുന്നേൽക്കണം. ആ ഒറ്റ ഇതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്നും ഒരുങ്ങി എന്നെ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ ഒരുങ്ങുന്നത്, ഞാനിങ്ങനെ ഇരിക്കുന്നത്. എന്നെ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ റീൽസൊക്കെ ഇടുന്നത്. എന്നെ തൃപ്തിപ്പെടുത്താനാണ്. എനിക്കിങ്ങനെ ഒരു കുറവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആക്റ്റീവായിട്ടിരിക്കുന്നത്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആൾക്കാരെ കാണിക്കാനൊന്നുമല്ല ഞാൻ ഇരിക്കുന്നത്. എന്നെ തൃപ്തിപ്പെടുത്താൻ. എനിക്കൊരു അസുഖവും ഇല്ല. ഞാനിന്ന് നല്ലതായിട്ടായിരിക്കുന്നത്. എൻ്റെ മനസ്സ് ഇന്ന് ഫ്രഷാണ്. അതാ ഡോക്ടർമാർ പറയുന്നത്, മിനിൻ്റെ ഒറ്റ മനസ്സിൻ്റെ ഇതുണ്ട്. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞ, എൻ്റെ മനസ്സല്ല എൻ്റെ ഡോക്ടറെ പറയുന്നത്, എൻ്റെ യേശുവായുടെ കരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്. അവിടെയും എൻ്റെ അപ്പനാണ് അർഹത കൊടുക്കേണ്ടത്, എനിക്കല്ല തരേണ്ടത്. അത്രയ്ക്ക് സ്നേഹിക്കുകയാണ് എൻ്റെ അപ്പനെ. അങ്ങനെ ഞാൻ 2-3 ദിവസത്തിന് മുമ്പേ ഞാനിങ്ങനെ എപ്പോഴും ആൾക്കാർ ഇതുപോലെ വന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ യേശുവായിക്കാണ് ഞാൻ പറയുന്നത്, യേശുവ ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ യേശുവ തന്നെ അവരുടെ അടുത്ത് പകരം ചോദിക്കണം. ഞാൻ ഒന്നിനും പകരം ചോദിക്കാൻ പോകുന്നില്ല. എല്ലാം ഞാൻ സമർപ്പിക്കുന്ന അവിടെയാണ്, സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ മാനസികമായി ഭയങ്കരമായിട്ട് ഇതായി. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അപ്പനോട് ചോദിച്ചു, യേശുവായിട്ട് ചോദിച്ചു, എന്നെ ഒരു രീതിയിൽ ഇവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. മനുഷ്യരടുത്ത് എല്ലാം പറഞ്ഞിങ്ങനെ ലോകം മൊത്തം ഫ്ലാഷായി കിടക്കുകയാണ്. ഈ കടയിൽ ഭയങ്കര ആണുങ്ങളും പെണ്ണുങ്ങളും എൻ്റെ മോൻ്റെ അടുത്ത് വന്ന് വണ്ടിയിൽ പുറത്തിരുന്നാലും കടയ്ക്കകത്തായാലും വന്നിട്ട് പറയുന്ന, നിങ്ങളുടെ കടയിൽ വില കൂടുതലാണ്, ആൾക്കാരൊക്കെ പറയുന്നത്. നിങ്ങളുടെ ഒരു ആൺകുട്ടിയല്ലേ അവന്, ആ കൊച്ചിനോട് ഇങ്ങനെ വന്ന് 10 പ്രാവശ്യം പറയുമ്പോൾ ആ കൊച്ചിൻ്റെ മനസ്സെങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. സഹിക്കാവുന്നതിലും അപ്പുറമാണ്. 12 വർഷം കൊണ്ട് ഞാൻ സഹിച്ചു. 12 വർഷം കഴിഞ്ഞു ഞാൻ ഷോപ്പ് ഇട്ടിട്ട് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ അപ്പോഴും വിചാരിച്ചു, എൻ്റെ ആവയോട് പറഞ്ഞു, എൻ്റെ യേശുവായിട്ട് കരഞ്ഞ് ഞാൻ പറഞ്ഞു, എൻ്റെ ആവ ഞാൻ എന്ത് ചെയ്യണം ഇനി? എനിക്ക് വഴക്ക് കൂടുന്നതെന്നും എനിക്ക് പോയി വഴക്ക് കൂടുന്നതെന്നും ഒച്ച ഇടുന്നതെന്നും എനിക്കിഷ്ടമല്ല. ഞാൻ എന്ത് ചെയ്യണം ആവ? എന്നെ അവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട് മൊത്തം പറഞ്ഞു പരത്തിയിട്ടിരിക്കുക ഇവിടെ വില കൂടുതലാണ്. ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എൻ്റെ ആവയോട് കരഞ്ഞു ചോദിച്ചപ്പോഴാണ്, എൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ആവ പറയുക, നീ ഒരു കാര്യം ചെയ്യ്, പിന്നെ മൊബൈലിൽ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു.
എൻ്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുക. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ലേ ഇത്രയും നാളും. പെട്ടെന്ന് എനിക്കങ്ങനെ തോന്നി. എൻ്റെ യേശുവാണ് എന്നിൽ പറഞ്ഞതാണ്. ഇത് ലോകം നിന്നെ തിരിച്ചറിയണം, നിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയണം, ഇവിടുത്തെ നാട്ടുകാർ നിന്നെ തിരിച്ചറിയണം. അപ്പം നീ മീഡിയാസിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ, വീഡിയോയിൽ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ഉള്ളിൽ പറഞ്ഞ് എനിക്ക് ധൈര്യം തന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതാണ് പറയുന്നത്. എൻ്റെ യേശുവാണ് എന്നോട് പറഞ്ഞത്, നീ മീഡിയാസിൽ പറയ്, ലോകം അറിയണം, നിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ലോകം അറിയണം, ഈ നാട്ടുകാരറിയണം, അവരുടെ തെറ്റിദ്ധാരണ മാറണം. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്രയും വലിയ വിലയൊന്നുമില്ല. അപ്പുറത്തെ കടയിലുള്ളതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ കടയിലും ഉള്ളത്. നിങ്ങൾക്ക് തോന്നുന്ന അവരുടെ ആ പുള്ളി പണ്ടേ നിങ്ങളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഇട്ട് തന്നതുകൊണ്ടാണ്, മറ്റുള്ളവർ ഇട്ട് തന്നതുകൊണ്ടാണ് നാട്ടുകാരും പറയുമോ അവിടെ വില കൂടുതൽ. ഇപ്പോൾ ഒരു കൂട്ടുകാരായിരുന്നാലും നീ എങ്ങോട്ട് പോകണം എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ ഞാൻ ഫാൻസി കടയിൽ ഏതാണ്ട് ഇവിടെ പോകണം, അയ്യോ അവിടെ പോയില്ല അവിടെ വില കൂടുതലാണ്. അപ്പോൾ അവരവിടെ നിന്ന് മാറ്റി കുറേ ആൾക്കാർ കടക്കാർ പറഞ്ഞ് അങ്ങനെ കുറേ ആൾക്കാരിനെ അങ്ങോട്ട് പറഞ്ഞു വിടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കട ഇട്ട് അത് ബിസിനസ് നടത്തുന്നവർക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്ന്. പോയി പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്ന്. നിങ്ങൾക്കറിയോ ഈ കടയിൽ ഞാൻ ഈ പർച്ചേസൊക്കെ കടക്കാരെല്ലാവരും ഈ പർച്ചേസ് ചെയ്യുന്ന ഈ തുണിയെല്ലാം ഞാൻ വരുത്തിയതെല്ലാം കൊറിയർ ചാർജ് കൊടുക്കണം, ടാക്സ് അടയ്ക്കണം, പിന്നെ GST ഇതെല്ലാം അടയ്ക്കണം. ഇതെല്ലാം അടച്ചാണ് ഞങ്ങളിവിടെ സാധനം എത്തിക്കുന്നത്. നിങ്ങൾക്ക് അതൊന്നും അടയ്ക്കേണ്ട, നിങ്ങൾക്ക് നിസ്സാര പൈസ തന്ന് മേടിച്ചോണ്ട് പോയാൽ മതി. ഞങ്ങളിതെല്ലാം ചെയ്തിട്ടാണ് ഇത് കൊണ്ടെത്തിക്കുന്നത് കടയിൽ. നിങ്ങളുടെ വണ്ടിക്കൂലി ലാഭിക്കുന്നു, സിറ്റിയിൽ പോകാത്ത വിധത്തിലാക്കുന്നു, എന്നിട്ട് നിങ്ങളിത് താണ്ടി സിറ്റിയിൽ പോകുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം, അതായിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ. പക്ഷേ ഇങ്ങനെ മനുഷ്യരെ പറഞ്ഞ് പരത്തരുത് ഇങ്ങനെ അനാവശ്യം. എന്നെ ദ്രോഹിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടും? അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഒരിക്കലും രക്ഷപ്പെടില്ല. എല്ലാം കാണുന്ന എൻ്റെ യേശുവായുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാണ്, കടക്കാരോട് പറയുന്നതാണ്, എല്ലാ കടക്കാരോടും, പലവ്യഞ്ജന കടയാട്ടെ എന്ത് കടയാട്ടെ. എനിക്കൊരാൾ വന്ന് കഴിഞ്ഞ ആഴ്ച സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം വന്ന് ഒരുത്തൻ ചേട്ടനെന്ന് അവനെ വിളിക്കാൻ പറ്റില്ല, അവൻ എന്നെ വന്നിട്ട് രാത്രിയിൽ കട അടയ്ക്കാറായപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു മഴക്കോട്ട് വേണമെന്ന് പറഞ്ഞു, കൊച്ചിന് സ്കൂള് നാളെ ഇട്ട് കൊടുത്തു വിടാൻ. അങ്ങനെ ഞാൻ ഇരുന്നതെടുത്ത് കൊടുത്തു. അപ്പോൾ പുള്ളി വാങ്ങിച്ചിട്ട് പൈസയല്ല ഗൂഗിൾ പേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കുറേ നേരം കൊണ്ട് പുള്ളി മൊബൈൽ നോക്കുന്നു, ചെയ്യുന്നു, പുറത്ത് പോയി നോക്കുന്നു, അങ്ങനെ വരുന്നു, അങ്ങനെ നിന്ന് ഒരു 10-20 മിനിറ്റ് പുള്ളി നിന്നിട്ട് അവസാനം പറയുകയാണ്, പിന്നെ അത് എന്തോ ഇത് കാണിക്കുന്നുണ്ട്, കിട്ടുന്നില്ല, നെറ്റ് കിട്ടുന്നില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ നമ്പർ തരാം, ഞാൻ രാത്രിയിൽ ഗൂഗിൾ പേ അയക്കാം, കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു. മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരിത് വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും, ശരി ആയിക്കോട്ടെ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിട്ടു. പിന്നെ പിന്നെ നോക്കിയപ്പോൾ എനിക്ക് രാത്രി വന്നില്ല. പിന്നെ എന്ത് ചെയ്ത്, രാത്രി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആവട്ടെ നോക്കാം എന്ന് പറഞ്ഞ് നോക്കിയിട്ട് പൈസ വന്നില്ല. അങ്ങനെ ഞാൻ പുള്ളീനെ നമ്പറിൽ വിളിച്ചത്, ജന്മത്ത് പുള്ളി ഫോൺ എടുക്കുകയില്ല. വാട്സപ്പ് വീഡിയോ കോളിലാവട്ടെ. പിന്നെ പുള്ളി വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, ഞാൻ ജോലിക്ക് നിൽക്കുക, ഞാൻ രാവിലെ കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടു. ആയിക്കോട്ടെ, ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു, വിളിച്ചാൽ ജന്മത്ത് ഫോൺ എടുക്കില്ല. പുള്ളി പറ്റിച്ചതാണ്, മനസ്സിലായി. അയാൾ പോട്ടെ, ഞാൻ എന്നിട്ട് അയാൾക്ക് വോയിസ് മെസ്സേജ് ഇട്ട്, ചേട്ടാ എന്നെ പറ്റിച്ച് ചേട്ടാ അത് കൊണ്ടുപോയെങ്കിൽ ചേട്ടാ ഇതുകൊണ്ട് നന്നാകുന്നേ നന്നായിക്കോ, പക്ഷേ മനുഷ്യരെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കലും ചേട്ടാ, അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ എന്നോട് പൈസ ഇല്ല എനിക്കിതൊന്ന് ചുമ്മാ തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചുമ്മാ തരുമായിരുന്നു. എല്ലാ മനുഷ്യർക്കും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്. ഞാനും ബുദ്ധിമുട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്, മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കരുത് ആരെയും ഗൂഗിൾ പേ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കടക്കാരും സൂക്ഷിക്കണം. എനിക്ക് ഗൂഗിൾ പേ പരമാവധി ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ക്യാഷ് കൊണ്ടുവന്ന് കൊടുക്കാൻ ഞാൻ പരമാവധി കൊടുക്കാതെ ഇരുന്നതാണ്. പിന്നെ ഓരോരുത്തർ പറഞ്ഞ് കച്ചവടമല്ലേ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്, കാരണം മൊത്തം കള്ളത്തരമാണ്. ഇനി എത്രയും പേർക്ക് എത്ര ലക്ഷം രൂപയാണെന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഗൂഗിൾ പേ വഴി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ വീണ്ടും തിരിച്ചങ്ങ് എടുക്കുക, ആരും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കടക്കാർ സൂക്ഷിക്കുക, കഴിവതും പൈസ കയ്യിൽ മേടിച്ച് കച്ചവടം ചെയ്യാൻ നോക്കുക. എനിക്കൊരു അബദ്ധം കിട്ടിയതാണ്, അത് ജന്മത്ത് ഫോൺ ഇതുവരെയ്ക്കും എടുക്കുന്നില്ല. പിന്നെ ഞാനതങ്ങ് വിട്ടു, പോട്ടെ എന്ന് വെച്ചു. ഹസ്ബൻഡ് പറഞ്ഞു ഇനി വിളിക്കേണ്ട, അത് പോട്ടെ, അതുകൊണ്ട് നന്നാകട്ടെ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു. ഞാൻ പിന്നെ വിളിച്ചില്ല. അറിയോ,
ഈ ഒരു അവസ്ഥയിലുള്ള കാല് വയ്യാത്ത എന്നെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നന്നായിട്ടിരിക്കുന്ന കടക്കാരെ എങ്ങനെ അവന്മാർ പറ്റിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു, ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിഷമം. ഇനിയെങ്കിലും ഈ നാട്ടുകാരോടൊരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം. അവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. അത് ചില കടക്കാർക്കുള്ള അസുഖമാണത്. ചില കടക്കാർക്ക് ഒരു കട വരുമ്പോൾ അവരെ എങ്ങനെയും താഴ്ത്തി കെട്ടി അവരെ ഇല്ലായ്മ ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞു വിടണം. അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ ബുദ്ധിയുള്ളവരത് ചിന്തിച്ച് അത് പ്രവർത്തിക്കും. ബുദ്ധിയില്ലാത്ത മനുഷ്യർ അവരെ വാക്ക് വിശ്വസിച്ച് ഇതാകും. ചില ചേച്ചിമാരൊക്കെ എൻ്റെ കടേൻ്റെ ഫ്രണ്ടിൽ കൂടെ നോക്കി എന്തോ വലിയൊരു ശത്രുത പോലെയാണ് എന്നെ നോക്കിക്കൊണ്ട് പോകുന്നത്. ചിലവർ ആ വനിതയിൽ പോകുന്നതാണ്, വനിതയിലാവട്ടെ മറ്റുള്ള കടകളിലാവട്ടെ അങ്ങോട്ട് പോകുന്നതാണ്. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ഇവർക്ക് എൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം എന്താണ്, ഇവർക്ക് ഇത്രയും എൻ്റെ അടുത്ത് ശത്രുത എന്താണ്? ഞാൻ എല്ലാവരെയും പോലെ ജീവിക്കാനല്ലേ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, എൻ്റെ മക്കളെ വളർത്താനും അല്ലേ ഞാൻ 1 രൂപയ്ക്ക് വന്നിരിക്കുന്നത്. ഞാൻ കക്കാനും മോട്ടിക്കാനും പോയില്ലല്ലോ, ഞാൻ അന്തസ്സായിട്ടല്ലേ വന്ന് ഞാൻ കച്ചവടം ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ദ്രോഹിക്കാനും വരുന്നില്ല. നിങ്ങളുടെ കടയിൽ വരുന്നവരെ, എൻ്റെ കടയിൽ വരുന്നവരടുത്ത് ഞാൻ പറയുന്നില്ല അയ്യോ അവിടെ വില കൂടുതലാണെന്ന്. ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് ഈ മുസ്ലിം അയാൾ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് കടയിടേണ്ട കാര്യമുണ്ടോ? എൻ്റെ കഞ്ഞിയിൽ മണൽ വാരിയിടേണ്ട കാര്യമുണ്ടോ? എൻ്റെ കടയിൽ വന്നവരെ, അവിടെ ചെന്നവരെയൊക്കെ അവരുടെ അടുത്തെല്ലാം പറയുക അവിടെ വില കൂടുതലാണ് പോവല്ലേ എന്ന്. എത്ര കസ്റ്റമറാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ആ പുള്ളിക്കാരനെ കുറിച്ച്. നല്ല മുസ്ലിങ്ങളും ഉണ്ട് എൻ്റെ അടുത്ത്, മുമ്പ് നല്ല മുസ്ലിങ്ങളും വരുന്നുണ്ട്, ഇപ്പോഴും വരാറുണ്ട്. ഭീമാവള്ളിയിലുള്ള മിക്ക മുസ്ലിങ്ങളും പെണ്ണുങ്ങളെല്ലാം ഗ്യാരൻറ്റി വാങ്ങിക്കാൻ എൻ്റെ കടയിലാണ് വരുന്നത്. കാരണം അവർ പറയുന്നത് നല്ല സാധനം ചേച്ചി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, 1 വർഷം വരെ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ എപ്പോഴും നല്ല ക്വാളിറ്റി കൊടുക്കത്തുള്ളൂ, നല്ല മോഡലേ എടുക്കത്തുള്ളൂ. പിന്നെ ചില മനുഷ്യരാണെങ്കിൽ സാധനം അവരുടെ ഇഷ്ടത്തിന് വന്ന് എടുത്തിട്ട് പോകും. ചില മനുഷ്യർ വന്ന് നമ്മളെല്ലാം നമ്മളെടുത്ത് വെച്ച് കൊടുക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറയും. ചില മനുഷ്യർ വന്ന് അവരുടെ ഇഷ്ടത്തിന് അവരെടുത്തിട്ട് പോകുന്നേ, എടുത്തിട്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് പറയുക അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയായിക്കോട്ടെ, നിങ്ങളല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തത്, ഞാനല്ലല്ലോ എടുത്തു തന്നത്, ഞാൻ നിർബന്ധിച്ചുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തു, എനിക്ക് പൈസ തന്നു, എത്രയാണെന്ന് ചോദിച്ചു പൈസ തന്നു. ആ കമ്മലൊക്കെ ഒരു ജിമിക്കയാണ്, ഇതുപോലെ പല സംഭവങ്ങളുണ്ടായിരുന്നു. ജിമിക്കയാണ് എടുത്തിട്ട് പോയി, വലിയ കമ്മല, അത് മെറ്റലിൻ്റെയാണ്. അത് ഈ പിന്നെ സിറ്റിയിൽ പല കടകളിലും പല വലിയ ഫാൻസി കടകളായിട്ട് ചെറിയ കട അവിടെയൊക്കെ കുറഞ്ഞ് ഞാൻ സിറ്റിയിലൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് പണ്ട് എനിക്ക് വേണ്ടിയിട്ട്. എനിക്കറിയാം അവിടെ ഒരു കമ്മലൊക്കെ, ഒരു ജിമിക്ക വലിയ കമ്മലൊക്കെ 600, 700 രൂപ, 300, 400 രൂപയാണ് ഒരു മെറ്റൽ കമ്മൽ. അവിടെ പോയി നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയാം. കാരണം വരുന്ന ആൾക്കാർക്ക് കൂടിയത് ചോദിച്ച് വരുന്നവർക്കറിയാം. അവർ മിണ്ടാതെ വന്ന് സാധനം എടുക്കും, അവരങ്ങ് പോകും. അവർക്കറിയാം സിറ്റിയിലത്തേക്കാളും ഇവിടെ വില കുറവാണെന്ന്. കാരണം ക്വാളിറ്റി നല്ലതാണെന്നറിയാം. അതുകൊണ്ടാണ് അവരൊന്നും വില പേശാതെ ചോദിക്കുന്ന പൈസ തന്നിട്ട് അവർ പോകുന്നത്. അതൊക്കെയാണ് നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ. ഇതിവിടെ വന്ന് ഇവിടെ ഉള്ള ആൾക്കാർ വന്നിട്ട് ഒരു 5 രൂപയുടെ സാധനം എടുത്താലും 10 രൂപയുടെ എടുത്താലും അയ്യോ ഡിസ്കൗണ്ട് ഉണ്ടോ, വില കുറച്ച് തരുമോ, ഭയങ്കര വിലയാണ്, അവരൊന്നും അത് പറയില്ല. അവർക്കറിയാം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്, സിറ്റിയിൽ അത് എത്ര രൂപയാണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന പൈസ എത്ര ആയാലും ഇവിടെ 150 രൂപയുടെ കമ്മലാണ് ആ കുട്ടികൾ എടുത്തിട്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അത് സിറ്റിയിൽ പോയാൽ കുറഞ്ഞത് 450, 500 രൂപയെങ്കിലും കൊടുക്കണം ആ ജിമിക്കയ്ക്ക്. അറിയോ? ആ കമ്മൽ കൊണ്ട് തിരിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ പകരത്തിന് സാധനം എടുക്കുക, വേറെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തിട്ട് പോയതാണ്, എന്നാൽ നിങ്ങൾ പകരത്തിന് സാധനം എടുക്കുക, വേറെ കമ്മലോ വേറെ എന്തെങ്കിലും. ഇല്ല നിങ്ങൾക്ക് പൈസ തന്നേ പറ്റുമോ. ഞാൻ പറഞ്ഞു ഈ സിറ്റിയിലൊക്കെ പോയി നിങ്ങളൊരു സാധനം പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്ക് പൈസ തരാറുണ്ടോ? ഒരു കടക്കാരും തരില്ല. അവർ കുത്തി നിന്നാൽ സമരം ചെയ്താൽ പോലും തരില്ല. അവർ പറയും അതാണ് നിയമം. അവർ പറയും അവിടെ നിന്ന് വേറെ സാധനമുണ്ട്, നിങ്ങൾ ആ പൈസയ്ക്ക് വേറെ സാധനം എടുക്കുക എന്നേ അവർ പറയുള്ളൂ. ഞാൻ പറഞ്ഞു പിള്ളേരെ നിങ്ങൾ വേറെ സാധനം എടുക്കുക, അവർ കുത്തി നിൽക്കുക പൈസ തിരിച്ചു വേണം. ഇങ്ങനെയുള്ള മനുഷ്യരാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ എടുക്കാൻ വരുന്നവർ നോക്കിയും കണ്ട് എടുക്കുക, തിരിച്ചു കൊണ്ടുവന്നിട്ട് പൈസ വേണം, തിരിച്ചു കൊണ്ടുവരാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സാധനം അതിന് പകരം പർച്ചേസ് ചെയ്യാം അതിന് പകരം നിങ്ങൾക്ക്. അല്ലാതെ ഞങ്ങൾക്ക് ക്യാഷ് തന്നേ പറ്റുള്ളൂ ഇങ്ങനെ പിടിവാശി പിടിക്കരുത്. ഒരു കടയിൽ അങ്ങനെ കൊടുക്കാറില്ല. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം നിങ്ങൾ ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോകേണ്ടത്.
പിന്നെ തിരിച്ച് കൊണ്ടുവരും. തിരിച്ച് കൊണ്ടുവന്നാൽ വേറെ സാധനം എടുക്കുക. എനിക്ക് ഈ വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു. അത് അറിയോ, പലരും അവരുടെ ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് പോയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ആരെയും ഒന്നും പറയാനോ ദോഷം പറയാനോ ഒന്നിനും ഞാൻ വരാറില്ല, ആരുടെ അടുത്തും വന്നിട്ടുമില്ല. ഞാൻ എൻ്റെ ജീവിതം നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇത്ര ഇത്? അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. അവിടെ ഉള്ള വില തന്നെയാണ് ഇവിടെയും ഉള്ളത്. പിന്നെ പുള്ളിക്കാരന് ഇവിടെ കടയിൽ വിട്ടിട്ട് എൻ്റെ കടയിൽ 10 രൂപ 20 രൂപ ആണെങ്കിൽ പുള്ളിക്കാരൻ ഉടനെ അവർ പോയി പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അതിൽ 5 രൂപ താക്കും. 5 രൂപ താക്കും, അവരുടെ കയ്യിൽ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ കൊടുക്കും. എന്നിട്ട് പുള്ളി പഴയതുപോലെ തന്നെ ബിസിനസ് ചെയ്യും. അതറിയുമോ നിങ്ങൾക്ക്? എന്നെ ഇടിച്ച് താഴ്ത്താനാണ് അവരങ്ങനെ ചെയ്യുന്നത്. 5 രൂപ ആൾക്കാരെ വിട്ട് വില ചോദിക്കും, എന്നിട്ട് 5 രൂപ താത്തു കൊടുക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്നാണെന്നറിയുമോ? ആ പുള്ളിക്കാരൻ അവിടെ കൊടുക്കുന്ന 20-25 രൂപയ്ക്ക് ആയിരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു, അയ്യോ ഇവിടെ വില കുറവാണ്, അവിടെ വില കൂടുതലെന്ന്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കടയിൽ ഇത്രയും ആൾക്കാർ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി, കടക്കാരും മനുഷ്യരെല്ലാം പറഞ്ഞുണ്ടാക്കി നടക്കുന്നത്. ഇതാണ് സംഭവം യഥാർത്ഥത്തിൽ. അത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് കടക്കാർ ചെയ്യുന്നത്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഈ നാട്ടുകാർ. അത്രയും മനസ്സിന് വിഷമമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഇല്ലെങ്കിൽ ഞാനിത് പറയത്തില്ല. 12 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നതാണ്. 12 വർഷം കൊണ്ട്, അറിയോ? അത്രയ്ക്കും എനിക്ക് വിഷമമുണ്ട്. എൻ്റെ യേശുവായിക്കറിയാം ഞാൻ എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ ആരോടും പറയാറില്ല, എൻ്റെ അപ്പനോടാണ് പങ്കുവയ്ക്കാറ്. പിന്നെ സന്തോഷമായാലും ദുഃഖമായാലും എൻ്റെ അപ്പനോടാണ് കൊടുക്കുന്നതെല്ലാം, അറിയോ? അല്ലാതെ എനിക്ക് ആരുടെ ഒരു വൈരാഗ്യമോ എനിക്കൊന്നുമില്ല. ഈ OLGക്കാരുടെ അടുത്ത് ഞാൻ പറയുവാണ്, എന്താണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇത്രയും വൈരാഗ്യം? ഞാൻ നിങ്ങളെ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ നന്നാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എൻ്റെ കടയിൽ വരാത്തത്? ഇല്ല, ഞാൻ ചോദിക്കുവാണ്. ഒരു മനുഷ്യൻ പോട്ടെ, ഒരു പരിചയമുള്ളതോ ഇല്ലാത്തതോ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ, നമ്മൾ അവരെ ദൈവത്തോർത്ത് ഞാൻ പറയണു, ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. കടക്കാരോട് ഞാനൊരു കാര്യം പറയണം, ആൾക്കാരോട് ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. ഇനിയെങ്കിലും ഇങ്ങനെ പറഞ്ഞ് നടക്കരുത് ദൈവത്തോർത്ത്. ഇനി ദൈവം നിങ്ങളിൽ ചോദിക്കുക, അത് ഉറപ്പാണ്. ഈ കാല് വയ്യാത്ത എന്നെയാണ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല അമ്മമാർ വന്നിട്ടുണ്ട്, നോക്കി കാല് വയ്യാതിരുന്നിട്ട് ആ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് 1 രൂപയ്ക്ക് വന്നിരിക്കുന്നു. ഞങ്ങൾക്കും ഉണ്ട് മക്കൾ, ഇതൊന്നും ചെയ്യത്തില്ല. എത്രയോ മനുഷ്യർ നല്ലത് പറയുന്നുണ്ട്. ആ മകളെ കണ്ടുപഠിക്കുന്ന ഓരോരുത്തരും ഓരോ അമ്മമാർ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? നമ്മളത് ചെയ്തു കൊടുക്കുക. എൻ്റെ ഹസ്ബൻഡിന് എനിക്കൊരു ഹെൽപ്പ് ആവണമെന്ന് വെച്ചു, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. എൻ്റെ മക്കൾക്ക് വിശക്കുമ്പോൾ പിന്നെ മാസത്തിൽ ശമ്പളം കിട്ടുന്നത്, ആ മാസം വരെ എൻ്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റുമോ? ഡെയിലി കഴിക്കണ്ടേ? 3 നേരം കൊടുക്കണ്ടേ? അതിന് ദൈവം എനിക്കൊരു വഴി തുറന്നു തന്നതാണ് എൻ്റെ ഹസ്ബൻഡിൽ കൂടെ. എൻ്റെ മനസ്സൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഹസ്ബൻഡിൽ കൂടെ എനിക്കൊരു ഷോപ്പ് ഇട്ടുതന്ന എൻ്റെ യേശുവാണ്. ഞാൻ സങ്കടപ്പെടുന്നതും വിഷമിച്ചിരിക്കുന്നതും എൻ്റെ യേശുവായിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് എന്നെ കാത്ത് പരിപാലിക്കുകയാണ് എൻ്റെ എൻ്റെ യേശുവ. നിങ്ങൾക്കറിയില്ല എൻ്റെ യേശുവായിട്ടുള്ള ഞാനുമായിട്ടുള്ള ബന്ധം ഇരിപ്പ് അത് എൻ്റെ ഓരോ ശ്വാസത്തിലും എൻ്റെ യേശുവായാണ്. എൻ്റെ ജീവൻ്റെ ജീവനാണ്. എൻ്റെ അപ്പൻ ഇല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിലില്ല, അറിയോ? അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം എൻ്റെ ഉള്ളിൽ ജീവിക്കുകയാണ്, എൻ്റെ യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ പറ്റില്ല. ദൈവം ഇല്ലാത്ത മനുഷ്യർക്കാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഇതാക്കാനും ഒക്കെ ചെയ്യുന്ന. അത് പിശാചിൻ്റെ മനസ്സ്, പിശാച് കുടികൊള്ളുന്നതുകൊണ്ടാണ് മറ്റുള്ളവരെ ദ്രോഹിക്കണം. അവനങ്ങനെയാണല്ലോ. യേശുവായുടെ ആ ഒരു ചൈതന്യമുള്ള ഒരു മക്കളും മറ്റുള്ളവരെ ഒരിക്കലും ദ്രോഹിക്കില്ല. അവർ നന്നാകട്ടെ എന്ന് അവർ ആഗ്രഹിക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ് പണ്ട് മുതലേ. എല്ലാവരും നന്നായിട്ട് നടക്കണം, എല്ലാവരും നന്നായിരിക്കണം എന്ന് ഈ നിമിഷം വരെ അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതം. ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ, ഈ കടപ്പുറത്തുള്ളവരൊക്കെ ഈ വലിയ വലിയ കടകളിൽ ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സ് 5000-10000 രൂപയ്ക്ക് എടുക്കുന്ന കണ്ടിട്ട് എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? അവരൊക്കെ എന്തോരം മാറി നന്നായിരിക്കട്ടെ എന്നാണ് ഞാൻ അവിടെ വെച്ച് അവരെ അനുഗ്രഹിച്ചത്, അറിയോ? അങ്ങനെയുള്ളൊരു മനസ്സാണ് എനിക്ക്. അങ്ങനെയുള്ള എന്നെയാണോ നിങ്ങളിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്?
നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടും? നിങ്ങളൊന്നും അതുകൊണ്ടൊന്നും നിങ്ങളിതാവില്ല, അത് ഉറപ്പാണ്. എൻ്റെ കഞ്ഞിയിൽ മണൽ വാരിയിട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇതാവില്ല. യേശു അതിനെ അനുവദിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ മീഡിയാസിൽ പറയണമെന്ന് തോന്നിയത്. ഈ വലിയ ദേശത്തെക്കുറിച്ച് ലോകം മൊത്തം അറിയണം, ഇവിടെയുള്ള മനുഷ്യരെക്കുറിച്ച്. ഒരു മനുഷ്യർ ഇങ്ങനെ ചെയ്യത്തില്ല, ഒരു ഏരിയയിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇവിടെയുള്ള മനുഷ്യർ ചെയ്യുന്ന പോലെ. അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ബുദ്ധിയുള്ള മനുഷ്യർ വന്നിട്ട് എന്നോട് പറഞ്ഞ് അത് സാരമില്ല, ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു പുതിയ കടേനെ ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയാണ് ആ കടക്കാർ അവിടെ വിലയാന്ന് പറയുന്നത്, ഞങ്ങൾക്കറിയാം മോളെ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പണ്ട് എന്നോട്, കട സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ. അതൊന്ന് മോളെ ഓർത്ത് വിഷമിക്കണ്ട, ഇതൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അതും സാരമില്ല, എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല, അത് എൻ്റെ യേശുവാ നോക്കിക്കോളും എന്നാണ് ഞാൻ പറയുന്നത് അവരടുത്തൊക്കെ. അങ്ങനെയാണ് ഞാൻ 12 വർഷം പൊയ്ക്കൊണ്ടത്. പക്ഷേ ഇപ്പോൾ എനിക്ക് പറ്റാത്തൊരവസ്ഥയായിപ്പോയി. എൻ്റെ ഈ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും വന്ന് പറയാമെന്ന് വെച്ചാൽ, അവനൊരു ആൺകുട്ടിയല്ലേ. പിന്നെ കടയിൽ നിന്നാലും പുറത്ത് നിന്നാലും ആൾക്കാർ ചോദിക്കുക, പിന്നെ നിങ്ങളുടെ കടയിൽ വില കൂടുതലാണ്, എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ വന്ന് പറയാമെന്ന് വെച്ചാൽ, അപ്പോൾ ലോകം മൊത്തം ഞാൻ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പുറത്തിറങ്ങി എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നതെന്ന് ആൾക്കാർ. ഞാൻ കടയ്ക്കകത്തല്ലേ ഇരിക്കുന്നത്. ഇപ്പോഴാണ് എനിക്കത് ശരിക്കും മനസ്സിലായത്. അപ്പോൾ എൻ്റെ യേശുവായിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല. അപ്പോഴാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞ, നീ ഇങ്ങനെ ചെയ്യും മോളെ എന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് പറയാൻ, അറിയോ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ഫുള്ളും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങളുടെ മനസ്സിലെ ആ തെറ്റിദ്ധാരണ മാറണം. അവരുടെ ബിസിനസ്സിന് വേണ്ടിയാണ് അവർ കളിക്കുന്നത്. നിങ്ങൾ എന്നെ അത് കരുവാക്കരുത്. നിങ്ങളങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഞാനങ്ങനെ കൊള്ള ലാഭം എടുത്ത് ജീവിക്കുന്ന ഒരു പെണ്ണൊന്നുമില്ല. അന്നന്ന് കിട്ടി, ദൈവം പറയുന്നത് എന്തോന്നോ, യേശോ പറയുന്നത് എന്തോന്നോ, അന്നന്നത്തെ ദോശയുടെ ഇത് മാത്രം നീ നോക്കിയാൽ മതി, നാളെ നിനക്കുള്ള ദിവസമല്ല എന്നാണ് പറയുന്നത്. ഞാൻ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ അന്നന്നുള്ള ദോശയ്ക്കുള്ള കാര്യം മാത്രം, അതായത് ദോശ എന്ന് പറഞ്ഞാൽ അന്നന്നുള്ള ആഹാരത്തിനുള്ള കാര്യം മാത്രം നീ നോക്കിയാൽ മതി, നാളത്തേക്ക് നീ മാറ്റി വെക്കരുതെന്നാണ് പറയുന്നത്. നാളത്തെ ദിവസം നിനക്കുള്ളതല്ല, നാളെ നിനക്കൊരു സുപ്രഭാതം, ഒരു ജീവൻ തന്നാൽ നിനക്കുള്ളതാണ്. അങ്ങനെയാണ് എല്ലാവരും രാത്രി കിടന്നുറങ്ങുന്നത്. പക്ഷേ മനുഷ്യരിന്ന് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, നാളത്തേക്കും വർഷങ്ങൾക്കും തലമുറയ്ക്കും വേണ്ടിയിട്ട് വെട്ടിപ്പിടിക്കാൻ നോക്കുവാണ്. ആരും ഒന്നും കൊണ്ടുപോയില്ല. അന്നന്ന് നമ്മൾ ഇന്നെങ്ങനെ 3 നേരത്തെ ഭക്ഷണം, നമ്മളെല്ലാ മനുഷ്യരും ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാ മനുഷ്യരും, കോടാനുകോടി മക്കൾ ഈ ലോകത്തിൽ ജോലി ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും വസ്ത്രത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ജോലി ചെയ്യുന്നത്. അല്ലാതെ സമ്പാദിച്ച് കൂട്ടി വയ്ക്കാനും മറ്റുള്ളവരെ ദ്രോഹിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും മറ്റുള്ളവരെ പറ്റിച്ചും എങ്ങനെ ജീവിക്കണം, അവരെങ്ങനെ ദ്രോഹിക്കണം എന്നല്ല ആലോചിക്കേണ്ടത്. മനസ്സിലായോ? ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ അതിനി മനസ്സിലാക്കുക. ആരെയും നിങ്ങൾ ദൈവ ചൈതന്യമുള്ള മക്കൾ ഒരിക്കലും ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ആരെയും ദുഷിച്ച് പറയാൻ പാടില്ല. പിശാച് അവരെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിശാച് പ്രവർത്തിക്കുന്നതാണ്. എനിക്ക് എന്തേ അങ്ങനെ തോന്നാത്തത്? എനിക്കെന്താ അറിയില്ല ഇവരെ പോലെ? ഞാനങ്ങനെ ചെയ്യില്ല. എൻ്റെ മനസ്സിൽ ദൈവ ചൈതന്യം, എൻ്റെ അപ്പൻ എൻ്റെ മനസ്സിൽ ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ അപ്പനെന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. ഇന്ന് എൻ്റെ യേശുവ കാരണമാണ് ഇന്ന് ഞാൻ പുനർജന്മമായിട്ട് ഇന്നിവിടെ ഇരിക്കുന്നത്. അറിയോ? എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ. പക്ഷേ എന്നാൽ പോലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, ഇന്ന് ഞാൻ ഒരു കല്യാണം കഴിക്കുമെന്നോ 2 കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇതെല്ലാം എൻ്റെ യേശുവയുടെ മിറക്കിളാണ്. അറിയോ? എൻ്റെ ജീവിതത്തിൽ ഡോക്ടർമാർ വിധി എഴുതിയതാണ്, ഇനി എഴുന്നേറ്റിരിക്കാനോ നിൽക്കാനോ നടക്കാനോ പറ്റില്ല, കിടക്കയിലായിരിക്കും മരണം വരെ. ആ ഡോക്ടർമാർക്ക് പോലും ഭയങ്കരമായ അത്ഭുതമായിപ്പോയി എൻ്റെ ജീവിതത്തെ കണ്ടിട്ട്. അപ്പോൾ അതുക്കും മേലെയാണ് എൻ്റെ യേശുവ, എന്നെ സൃഷ്ടിച്ച, നിങ്ങളെ സൃഷ്ടിച്ച, ഇന്ന് പ്രപഞ്ചം നിലനിർത്തുന്ന എൻ്റെ ജീവനുള്ള എൻ്റെ യേശുവ. അറിയോ? അതുകൊണ്ട് നിങ്ങൾ എന്നിലുള്ള തെറ്റിദ്ധാരണ മാറ്റണം. എനിക്ക് ആരുടെടുത്തും ഒരു ഇതുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ നിങ്ങൾ പോയി, പക്ഷേ ആരെയും അപ്പുറത്തെ കടക്കാരായിരുന്നാലും ഇപ്പുറത്തെ കടക്കാരായിരുന്നാലും ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. ദൈവത്തോർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ നിന്ന് മേടിക്കാം, പക്ഷേ ഒരാൾ അത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം.
അത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ആ കടേനെ ഇടിച്ച് താഴ്ത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ ചേച്ചീനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ചേട്ടനെ നശിപ്പിക്കാനാണ് പറയുന്നത്. ഇതെനിക്കിങ്ങനെ പറയുന്നത് പോലും ഇഷ്ടമില്ല. നിവൃത്തിയേട് കൊണ്ട് എനിക്ക് പറഞ്ഞു പോയതാണ് സത്യം പറഞ്ഞാൽ. ഈ 12 വർഷത്തിനിടയ്ക്ക് എനിക്കിതിന് മുമ്പേ അവരുടെ അടുത്ത് പോയി ചോദിക്കാമായിരുന്നു, നേരിട്ട് ചോദിക്കാമായിരുന്നു എനിക്ക് പോയി. പക്ഷേ എനിക്കത് ഇഷ്ടമില്ല. അത് എൻ്റെ യേശുവ കൊടുത്തോളും അവർക്കുള്ള ഇത് മറുപടി. അവരുടെ അടുത്ത് ചോദിച്ചോളൂ ന്യായവിധിയിൽ. അങ്ങനെ ഞാൻ വിട്ടുകൊടുത്ത് ജീവിച്ചതാണ്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല, എന്നെ സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് ഇവിടെ ഫ്ലാഷായിട്ടിട്ടിരിക്കുവാണ്. ഈ മുസ്ലിം ഈ പുള്ളിക്കാരൻ എന്തിനാണ് എൻ്റെ ഈ കട ഇതൊന്നും, ഇപ്പോൾ തുണിയുടെ ഇതുപോലും തുടങ്ങി. എന്നെ ഇങ്ങനെ എന്തിനാണ് ദ്രോഹിക്കുന്നത്? ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞ് മനുഷ്യരെ പറഞ്ഞ് വിടുന്നത്. അവിടെ വില കൂടുതലാണ്, ഇവിടെ അങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ് എന്നൊക്കെ. എന്തിനാണ് നിങ്ങൾ ഈ ദ്രോഹം ചെയ്യുന്നത്? ഇയാളുടെ ഏരിയയിൽ പോയി കിട്ടൂടായിരുന്നോ? ഇതൊരു ചെറിയ ഏരിയ. ശരി എന്നാൽ ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം. ഞാൻ നിർത്തുവാണ്. ഓക്കെ.